അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله المولانا العلي العظيم. صدق وبلغ رسوله الكريم. وقال حبيبنا وسيدنا وشفيعنا رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹാദരം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. മഖ്ബൂലായ മബ്റൂറായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്ത് നിർവഹിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയോടും പൊരുത്തത്തോടും കൂടി തിരിച്ചു വരാനും അവൻ്റെ പരമോന്നതമായ സ്വർഗത്തിലേക്ക് എത്താനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആരെല്ലാം ഹജ്ജ് നിർവഹിച്ചോ, ആരെല്ലാം ഉദ്ദേശിച്ചോ, അവർക്കെല്ലാം അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മളുടെ എല്ലാ നന്മകൾക്കും കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മരിച്ചുപോയ ആളുകളുടെ ഖബറിടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ ഉയർന്ന അവസ്ഥയിൽ വെച്ച് അവരെ കണ്ടുമുട്ടാനുള്ള തൗഫീഖും ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെക്കുറിച്ച്, മദീന സിയാറയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹജ്ജ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുള്ളത്. സാധാരണ ഹജ്ജിനോടനുബന്ധിച്ചിട്ട് ആണ് യഥാർത്ഥത്തിൽ ഹജ്ജ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുള്ളത്. റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിൻ്റെ മാസങ്ങളാണ്. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലു മിൻ ഖൈരി യഅലമുഹുല്ലാഹു വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ അറിയിച്ചതാണ്. റമദാൻ കഴിയുന്നതോടുകൂടി ഹജ്ജിൻ്റെ മാസങ്ങൾ ആരംഭിച്ചു. അതോടുകൂടിയാണ് സാധാരണഗതിയിൽ ഹജ്ജിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാറുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ തന്നെ ഹജ്ജിന് വേണ്ടി ക്ലാസ്സുകൾ വെക്കുന്നത് ആ ഹജ്ജിൻ്റെ മുഴുവൻ ആത്മാവും സ്വരൂപിച്ചുകൊണ്ട് ഒരു ജീവനുള്ളൊരു ഹജ്ജ് ഹാജിമാർ നിർവഹിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും ജീവനുള്ളതായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകും. അതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നൽകും. എന്താ ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്താണ്, ഇതിൻ്റെ പ്രതിഫലങ്ങൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഹാജ് ശരിയായ രൂപത്തിൽ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ദാരിദ്ര്യം ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ ആശയത്തിൽ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥമായ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം അത് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ് ഇതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അത് പറയുന്നതിന് മുമ്പ് ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം. നമ്മളെല്ലാവരും നമസ്കരിക്കുന്ന ആളുകളാണല്ലേ, എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഹജ്ജ് ഉദ്ദേശിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് സുബഹി നമസ്കാരം നിർവഹിച്ച ആളുകളായിരിക്കും. പക്ഷേ ഒരു സുബഹി നമസ്കാരത്തിൻ്റെ പ്രയോജനവും അതിൻ്റെ പ്രതിഫലവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, ആ നമസ്കാരത്തിന് യഥാർത്ഥമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമസ്കരിക്കേണ്ട രൂപത്തിൽ നമസ്കരിച്ചാൽ മാത്രമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്: സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഞാൻ എപ്രകാരം നിസ്കരിക്കുന്നതായി നിങ്ങൾക്ക് കണ്ടോ അപ്രകാരം നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചോ. ആ നമസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തന്നത്.
അതേപോലെ തന്നെയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകൾ എന്താണ്? ഖുദു അന്നി മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പിടിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കണമെന്നല്ല. ഖുദു അന്നി മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പിടിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഹജ്ജിൻ്റെ കർമ്മങ്ങളാണ് ഖിയാമത്ത് നാളെ വരെ വരുന്ന മുഴുവൻ മാനവരാശിക്കും നിർവഹിക്കാനുള്ള മാതൃക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ച രൂപത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഹജ്ജ് നിർവഹിക്കേണ്ടത്. അതിന് മാത്രമേ മബ്റൂറായ ഹജ്ജ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അതിൻ്റെ ഓരോ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന രൂപത്തിലാണോ? രണ്ട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഖീമിസ് സ്വലാത്ത ലിസിക്രി, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? എൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. ഈ നിസ്കാരം കൊണ്ട് എൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കണം. വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായും ഈ നമസ്കാരം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും മോശവുമായ കാര്യത്തെക്കുറിച്ച് തടയുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രസിദ്ധമായൊരു കൽപ്പനയാണ്. ഒന്ന്, അള്ളാഹുവിനെ ഓർമ്മിക്കാനുള്ള നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ട്, ഈ നമസ്കാരം മുഖാന്തരം നീചവും മ്ലേച്ഛവുമായ മോശമായ കാര്യത്തെക്കുറിച്ച് ഈ നമസ്കാരം നിങ്ങളെ തടയുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമസ്കരിക്കേണ്ട രൂപത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമസ്കരിച്ചതെങ്കിൽ എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ് രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ നമ്മുടെ നമസ്കാരത്തിൻ്റെ യഥാർത്ഥമായ രൂപം എന്താണ്? നമസ്കരിക്കേണ്ട രൂപത്തിലാണോ നമ്മൾ നമസ്കരിച്ചിട്ടുള്ളൊരു ആത്മപരിശോധന നടത്താൻ വേണ്ടി നമസ്കാരത്തിൻ്റെ ഒരു റുക്കൂഅ് മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, ഒരു മനുഷ്യൻ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ സമീപസ്ഥനാകുന്നത് സുജൂദിൻ്റെ സന്ദർഭത്തിലാണ്. നമ്മളൊന്ന് സുജൂദിലേക്ക് പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊന്ന് സുജൂദിലേക്ക് പോവുകയാണ്. ഈ സമയം നമ്മളും അള്ളാഹും തമ്മിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സുജൂദ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ സുജൂദ് നിർവഹിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അള്ളാഹുമായി അൽഹംദുലില്ലാഹ് ഏറ്റവും അടുത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നു. പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അസദ് എന്നാണ്. അദ്ദേഹം ജൂതനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നതിന് ശേഷം അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത. ഒരു ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നമസ്കാരത്തെക്കുറിച്ച് ആ കിതാബിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ച ആദ്യത്തെ നമസ്കാരം, ഒരു ജൂതനായൊരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിരുന്ന സമയം എൻ്റെ ആദ്യത്തെ നമസ്കാരത്തിൻ്റെ സമയമായിരുന്നു. കാരണം ഞാൻ വുളൂ ചെയ്തു, അംഗശുദ്ധി വരുത്തി. അതേപോലെ തന്നെ എൻ്റെ മനസ്സിനെയും ഞാനൊന്ന് ശുദ്ധി വരുത്തി. ഞാൻ സർവ്വലോകത്തെയും സൃഷ്ടിച്ചിരിക്കുന്ന, ആകാശത്തെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ മുമ്പിലേക്ക് ഞാൻ സുജൂദ് ചെയ്യുന്നു എന്നുള്ളൊരു ബോധത്തോടു കൂടി ഞാനിത് നമസ്കാരത്തിന് വേണ്ടി നിന്നു. ആദ്യമായി ഞാൻ എൻ്റെ റബ്ബിനൊന്ന് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലോകത്ത് മറ്റാരും എൻ്റെ റബ്ബിനേക്കാളും വലുതില്ല. ആ അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഞാൻ പാരായണം ചെയ്തു. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ അല്പം പാരായണം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനൊന്ന് റുക്കൂയിലേക്ക് പോയി. എന്താ റുക്കൂ എന്ന് പറഞ്ഞാൽ? ഇന്ന് വരെ ലോകത്ത് ഒരാളുടെ മുമ്പിലേക്ക് ഞാൻ മുട്ടുമടക്കിയിട്ടില്ല. ഞാൻ ആദ്യമായി എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് ഞാനൊന്ന് തലകുനിച്ചു. എനിക്ക് അഭിമാനത്തിൻ്റെ ഒരു നിമിഷമായിരുന്നത്. ഞാൻ ആദ്യമായി നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. മുഹമ്മദ് അസദ് എന്ന പ്രസിദ്ധനായൊരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നമസ്കാരത്തെക്കുറിച്ച് പറയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് കുനിഞ്ഞു. എനിക്ക് തോന്നി മതിയായില്ല എന്ന് ഞാൻ എഴുത്തിദാലേക്ക് വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സർവ്വാംഗങ്ങളും ഭൂമിയിലേക്ക് വെച്ചുകൊണ്ട് എൻ്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, പരിശുദ്ധനായ നാഥൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുജൂദിലേക്ക് പോയ രംഗത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം ഭൂമിയിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? റബ്ബെ, നിന്നേക്കാളും വലിയവൻ ലോകത്ത് മറ്റാരുമില്ല. പരിപൂർണമായ അടിമത്തത്തിൻ്റെ സമർപ്പണം ഞാനിതാ നിന്നിലേക്ക് സമർപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ നിമിഷമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷമെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹമ്മദ് അസദ് എന്ന ഒരു ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ സുജൂദിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രാർത്ഥന നടത്താറുണ്ടല്ലേ? നമ്മുടെ ഇടയിലെ ഇരുത്തത്തിൽ അള്ളാഹുവിനോട് പറയും, റബ്ബി ഗഫിർലി വർഹംനി വജ്ബിർനി വറുഫഇനി വർസുഖ്നി വഹ്ദിനി വആഫിനി. നമ്മളെല്ലാവരും എങ്ങനെയാണ് ഇത് പറയാം? ഈ ഒരു ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും. നമ്മുടെ ദുനിയവിയായ ഉഖ്റവിയായ ജീവിതത്തിൻ്റെ 7 ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് ഈ ചെറിയൊരു ദുആയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. റബ്ബി ഗഫിർലി, അള്ളാഹു നീ എനിക്ക് പുറത്തു തരണം. ഉർഹംനി, അള്ളാഹു നീ എന്നോട് കരുണ കാണിക്കണം.
ഓ ജിബ്ർനി, എൻ്റെ ന്യൂനതകൾ അള്ളാഹു നീ എനിക്ക് പരിഹരിച്ചു തരണം. ഓ റുഫഇനി, എൻ്റെ പദവികൾ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നീ ഉയർത്തി തരണം. ഓ റിസ്ഖിനി, അള്ളാഹു റിസ്ഖിൽ എൻ്റെ റിസ്ഖിൽ നീ ബർക്കത്ത് ചെയ്യണം. ഓ റിസ്ഖിനി വഹ്ദിനി, അള്ളാഹു നീ എന്നെ ഹിദായത്തിലാക്കണം. ഓ ആഫിനി, അള്ളാഹു നീ എനിക്ക് സൗഖ്യം പ്രദാനം ചെയ്യണം, എനിക്ക് സുഖം നൽകണം, എനിക്ക് ആഫിയത്ത് നൽകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, സുജൂദിലേക്ക് പോയി നമ്മളെ ശരീരവും അള്ളാഹുമായുള്ള ഏറ്റവും നല്ലൊരു ബന്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നു. എഴുത്തിദാലിരുന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ എപ്രകാരമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. എല്ലാ ദിവസവും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ നമസ്കാരത്തിൻ്റെ അവസ്ഥ ഇപ്രകാരമാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ചെറുങ്ങത് 2-3 പ്രാവശ്യം മാത്രം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതകാലത്ത് സാധിക്കുന്ന ഒരു ഹജ്ജിന് കർമ്മങ്ങൾ എപ്രകാരം നമ്മൾ പഠിക്കണമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെങ്ങാനും ആ റുക്കു സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ള ദുആ ഏറ്റവും മനോഹരമായി മനസ്സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിനോട് പറയുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനിയെങ്കിലും നമ്മുടെ നമസ്കാരത്തിന് നമ്മൾ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, ഒരു മനുഷ്യൻ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് സുജൂദിൻ്റെ അവസ്ഥയിലാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ മനസ്സ്, അവൻ്റെ ഖൽബ് അള്ളാഹുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് ഒരു ദുആയുടെ സന്ദർഭത്തിലാണ്. ഞാൻ മറ്റാരോടുമല്ല ദുആ ചെയ്യുന്നത്, സർവ്വതും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്ന എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണെന്നുള്ള ബോധത്തോടു കൂടി ഒരു ദുആ പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഖൽബ് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സുജൂദിലേക്ക് പോയതിനു ശേഷമുള്ള ആ ഇടയിലെ ഇരുത്തത്തിലുള്ള ദുആ നമ്മളൊന്ന് മനസ്സാന്നിധ്യത്തോടു കൂടി ഒന്ന് പറഞ്ഞു നോക്കണം. റബ്ബി ഗഫിർലി, അള്ളാഹു നീ എനിക്കൊന്ന് പുറത്തു തരണം. ഉർഹംനി, അള്ളാഹു നീ എന്നോടൊന്ന് കരുണ കാണിക്കണം. ഒജുബിർനി, എൻ്റെ ന്യൂനതകൾ അള്ളാഹു നീ ഒന്നും എനിക്ക് മാറ്റിത്തരണം. ഒറുഫൈനി, എൻ്റെ പദവികൾ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നീ എനിക്ക് ഉയർത്തിത്തരണം. റിസ്ഖിനി, അള്ളാഹുവിൻ്റെ റിസ്ഖ് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വാഹനം, ഭാര്യ, കുടുംബം, ജീവിതത്തിൻ്റെ ദുനിയാവിയായ ജീവിതത്തിൻ്റെ മുഴുവൻ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുഴുവനും റിസ്ഖാണെന്ന് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. റിസ്ഖിനി, അള്ളാഹുവെ എൻ്റെ റിസ്ഖിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ വാഹനത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ അവസ്ഥകളിലും അള്ളാഹു നീ എനിക്ക് ബർക്കത്ത് ചെയ്യണം. റിസ്ഖിനി വഹ്ദിനി, അള്ളാഹു നീ എന്നെ ഹിദായത്തിലാക്കണം. വആഫിനി, അള്ളാഹു നീ എനിക്ക് ആഫിയത്ത് നൽകണം. ഇതാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. വീണ്ടും സുജൂദിലേക്ക് ആ മനുഷ്യൻ പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പാഴാക്കുകയില്ല. നല്ല നമസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നേരത്തെ തന്നെ നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങണമെന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഹജ്ജിൻ്റെ അമലുകൾ എപ്രകാരമാണ് നിർവഹിക്കേണ്ടത്. അതിപ്പോൾ തന്നെ നമ്മൾ പറയാത്തത് അൽഹംദുലില്ലാഹ് ഹജ്ജ് അടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതുമായി നമുക്ക് വലിയൊരു ബന്ധം ഉണ്ടാവും. രണ്ടാമത്തത് പരിശുദ്ധമായ മക്ക, അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളണം. വിശുദ്ധമായ കഅബ, വിശുദ്ധമായ മക്ക, ഈ പ്രത്യേകതകൾ എത്ര വലിയ പ്രത്യേകതകളാണ്. ഒരു മനുഷ്യൻ മക്കയിൽ വെച്ചൊരു അമൽ ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, 1,00,000 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിതാബുകൾ എഴുതി വെക്കും. അല്ലാഹുവിൻ്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ല. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞു 1,00,000 സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ വെച്ച് നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയുടെ ചുമരുകളിൽ എഴുതി വെച്ചത് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അവിടുത്തെ മുനിസിപ്പാലിറ്റി പോലും എഴുതി വെക്കുകയാണ്, ഹാദൽ മദീന, ഈ മദീന എന്താണ്? ആ മദീനയെക്കുറിച്ച്, അൽഹംദുലില്ലാഹ് മക്കയെക്കുറിച്ച്, ആ മക്ക പട്ടണത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ എന്താണ്? അൽ ആസിമത്തുൽ മുഖദ്ദിസ എന്നാണ്. ആസിമത്തുൽ മുഖദ്ദിസ, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ദി ഹോളി പ്ലേസസ് എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധമായ പ്രദേശങ്ങളുടെ തലസ്ഥാനം എന്ന് ലോകത്ത് വിളിക്കപ്പെടുന്ന ഏക പ്രദേശം അത് പരിശുദ്ധമായ മക്കയാണ്. അതിൻ്റെ മഹത്വം, അതിൻ്റെ ആദരവ്, അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു ഹാജ് മക്കയിലേക്ക് യാത്ര ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് മദീന ത്വയ്യിബ, പരിശുദ്ധമായ മദീന ത്വയ്യിബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ വിശ്രമിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഭൂമി, ആ ഭൂമി ഏറ്റവും പരിശുദ്ധമായ ഭൂമിയാണ്. ആ ഭൂമിയുടെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അൽഹംദുലില്ലാഹ് മദീന ത്വയ്യിബിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയവും മദീന ത്വയ്യിബയുടെ മഹത്വങ്ങളാണ്. ഇത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ അൽഹംദുലില്ലാഹ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉംറയ്ക്ക് വേണ്ടി ഒരു യാത്ര ചെയ്തു. ആ യാത്രയിൽ അൽഹംദുലില്ലാഹ് നമ്മളെ കൂട്ടത്തിൽ ധാരാളം തവണ ഉംറയ്ക്ക് പോയ ഒരാൾ കൂടി നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം മദീനയിലേക്കുള്ള നമ്മുടെ യാത്ര ഒന്ന് ഷെഡ്യൂൾ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്നോട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മദീനയിൽ 1 ദിവസത്തെ താമസം മതി. ഞാൻ എപ്പോഴും വന്നു കഴിഞ്ഞാൽ മദീനയിൽ 1 ദിവസം മാത്രമേ താമസിക്കാറുള്ളൂ. അതിനുശേഷം മക്കയിൽ വന്നുകൊണ്ട് വീണ്ടും ഞാൻ ഹജ്ജ് ഉംറ നിർവഹിക്കും. അതുകൊണ്ട് മക്കയിലാണ് കൂടുതൽ പ്രതിഫലം. അതുകൊണ്ട് മക്കയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മദീനയിൽ ഞാൻ 1 ദിവസം മാത്രമേ താമസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ ധാരാളം തവണ മദീനയിൽ പോയി കാണും, പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ കൂടെയാണ്. നിങ്ങൾ ഇൻഷാ മദീനയിൽ താമസിക്കണം നമ്മുടെ കൂടെ. എത്ര ദിവസം നമ്മൾ താമസിക്കുന്നു അത്രയും ദിവസം നിങ്ങൾ നമ്മളെ കൂടെ ഒന്ന് മദീനയിൽ താമസിക്കണം. മദീനയുടെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മദീന ഉപേക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മദീനയിൽ താമസിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം മദീനയിൽ താമസിച്ചു. അൽഹംദുലില്ലാഹ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ എന്താണ്?
ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി മദീനയിലാണ് താമസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, മക്കയേക്കാൾ കൂടുതൽ. കാരണം മദീനയുടെ മഹത്വം, മദീനയുടെ ശ്രേഷ്ഠത, മദീനയുടെ അമലുകൾ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സാധുമാരെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ മദീന തയ്യബയുടെ മഹത്വം എത്ര വലുതാണ്. രണ്ടാമത്തത് അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ധാരാളമായി ഇഅ്തികാഫിന് വേണ്ടി അൽഹംദുലില്ലാഹ് മക്കയിലേക്ക് പോകും. പക്ഷെ മദീനയിലേക്ക് ഇഅ്തികാഫിന് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഇഅ്തികാഫിന് വേണ്ടിയിരുന്നു. 2 സന്ദർഭങ്ങളിൽ തങ്ങൾ ഇഅ്തികാഫിന് വേണ്ടിയിരുന്നത് പരിശുദ്ധമായ മദീന തയ്യിബയിലായിരുന്നു, മക്കത്തുൽ മുക്കറമയിലായിരുന്നില്ല. പക്ഷെ മക്കയിലാണ് കൂടുതൽ പ്രതിഫലം ഉണ്ടായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ ഇഅ്തികാഫിരിക്കേണ്ടത് മക്കയിലായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരുന്നത് മദീന തയ്യിബയിലാണ്. ആ മദീന തയ്യിബയുടെ മഹത്വം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ മാത്രമേ മദീനയുടെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധമായ മദീനയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അൽഹംദുലില്ലാഹ് മദീന തയ്യിബയെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. എന്താണ് വിശുദ്ധമായ മദീന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതികമായ ശരീരം അത് ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മണ്ണ്, അത് പരിശുദ്ധമായ മദീന തയ്യിബയാണ്. ആകാശ ലോകത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഷ്ണം ഭൂമിയിലേക്ക് ഇറക്കിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു കഷ്ണം സ്വർഗ്ഗലോകത്തു നിന്നും അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി. ആ കഷ്ണം എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദുൽ ജന്ന, റൗളത്തുൻ മിൻ റിയാദുൽ ജന്ന, സ്വർഗീയമായ ആരാമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് എറിയ ഒരു കഷ്ണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ കഷ്ണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റൗളത്തുൻ മിൻ റിയാദുൽ ജന്ന, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദുൽ ജന്ന. എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗളത്തുൻ മിൻ റിയാദുൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ലോകത്ത് മറ്റൊരിടവും നമുക്ക് ഇപ്രകാരം കാണാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ മദീനയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മദീനയിലേക്ക് പോകുന്നതെങ്കിൽ മദീനയിലെ സഹാബാക്കളുടെ ത്യാഗം, അവരുടെ പരിശുദ്ധി നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മക്കയിലേക്ക് പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗം നിങ്ങൾ അനുസ്മരിക്കണം. മദീനയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരായ സഹാബാക്കൾ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ത്യാഗം നിങ്ങൾ അനുസ്മരിക്കണമെന്ന് വിശുദ്ധ കിതാബുകളിൽ അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അൽഹംദുലില്ലാഹ് എഴുതി വെച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് മക്കയുടെ പ്രത്യേകത? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് മക്കയുടെ പ്രത്യേകത? മക്കയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ 3 ആളുകളുടെ ജീവിതം വിസ്മരിച്ചുകൊണ്ട് മക്കയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കറകളഞ്ഞ വ്യക്തിത്വം, കറകളഞ്ഞ ഈമാൻ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈമാൻ, ഹാജറ റളിയല്ലാഹു തആല അൻഹയുടെ തവക്കുൽ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഇത്താഅത്ത് അഥവാ അനുസരണം, ഇത് ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾക്ക് മക്കയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ആ കുടുംബവും ചെയ്ത ത്യാഗത്തിന്റെ അനുസ്മരണങ്ങൾ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ മക്കയിലേക്ക് ഹാജിമാരെ ക്ഷണിച്ചത്. ഉംറ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്തിനു വേണ്ടിയാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ആ ജീവിതത്തിന്റെയും ആ കുടുംബത്തിന്റെയും ജീവിതം അനുസ്മരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ മക്കയിലേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനിസ്തതഅ ഇലൈഹി സബീല, കഴിവുള്ള ആളുകൾ മക്കയിലേക്ക് വന്നാൽ മതി. പക്ഷെ മക്കയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇഹ്റാമോട് കൂടി വരണം. എന്തുകൊണ്ടാണ്? എൻ്റെ ഇബ്രാഹിം 4000 വർഷങ്ങൾക്ക് മുമ്പ് ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ മക്കയിലേക്ക് യാത്ര ചെയ്യേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വേഷത്തോടു കൂടിയാണ് ഹാജിമാർ മക്കയിലേക്ക് പറന്നിറങ്ങുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വേഷത്തോടു കൂടി, ഇഹ്റാമിന്റെ വേഷത്തോടു കൂടിയാണ് ഹാജിമാർ മക്കയിലേക്ക് യാത്ര ചെയ്യുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ഇബ്രാഹിമിനോട് ഞാൻ പറഞ്ഞു, അസ്ലിം, ഇബ്രാഹിം നീ ഒന്ന് മുസ്ലിം ആവുക എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്ക് എന്താണ്? അല്ലാഹു, ഞാനിതാ മുസ്ലിമായി കഴിഞ്ഞു. സമ്പൂർണ്ണമായ അനുസരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വ്യക്തിത്വമായിരുന്നു. ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചോ ആ സന്ദർഭങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിലേക്ക് പരിപൂർണമായി സമർപ്പിക്കുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യഥാർത്ഥമായ വിജയം സമ്പാദിക്കുകയും ചെയ്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം വിട്ടുകൊണ്ട് ഒരു ഹാജിക്ക് മക്കയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് നമ്രൂദ് തീക്കുണ്ടമൊരുക്കി നമ്രൂദ് എത്ര വലിയ തീക്കുണ്ടമാണ്! ആകാശലോകത്ത് പക്ഷികൾക്ക് പോലും പറക്കാൻ പറ്റാത്ത അത്രയും ചൂടുള്ള ഒരു തീക്കുണ്ടം നമ്രൂദ് ഒരുക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആകാശലോകത്ത് അല്ലാഹുവിന്റെ സന്നിധിയിൽ മലക്കുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിലേക്ക് വന്നു. ഇബ്രാഹിം എന്ത് സഹായമാണ് വേണ്ടത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഫലാ, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എന്നെ സംരക്ഷിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ആ അല്ലാഹുവിലേക്ക് ഞാനിതാ എന്നെ പരിപൂർണമായി ബലമേൽപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുകയും മലക്കുകളുടെ സഹായം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിഷേധിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുനിന്നില്ല. ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്രൂദിനെ തീക്കുണ്ടത്തോട് കൽപ്പിച്ച കൽപ്പന എന്താണ്? യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം.
എൻ്റെ ഇബ്രാഹിമിൻ്റെ മേൽ നീ തണുപ്പും രക്ഷയുമാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മേൽ തണുപ്പും രക്ഷയുമാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീയോട് നേരിട്ട് കൽപ്പിക്കുകയാണ്. കാറ്റടിച്ചുകൊണ്ട് തീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറത്തിക്കളഞ്ഞില്ല. മഴ പെയ്യിപ്പിച്ചുകൊണ്ട് തീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കെടുത്തിക്കളഞ്ഞില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തീക്ക് കൽപ്പന കൊടുക്കുകയാണ്. യാ നാറു കൂനി ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം, എൻ്റെ ഇബ്രാഹിമിൻ്റെ മേൽ ഈ തീയെ നീ തണുപ്പ് രക്ഷയാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീക്കുണ്ടത്തിനുള്ളിൽ ഒരു പൂന്തോട്ടത്തിൽ കഴിയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംരക്ഷിച്ചു. ഒരു രോമത്തിനും പോലും കരിച്ചു കളഞ്ഞില്ല. ഈ ഒരു ചരിത്രം പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലേക്ക് ഹാജിമാരെ ക്ഷണിക്കുന്നത്. എൻ്റെ ഇബ്രാഹിമിൻ്റെ വ്യക്തിത്വവും എൻ്റെ ഇബ്രാഹിമിൻ്റെ ഈമാനും നിങ്ങളൊന്ന് പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംരക്ഷിച്ച അള്ളാഹു കാലാകാലത്തേക്ക് നിലനിൽക്കുന്നവനാണ്. ആ അള്ളാഹു നിങ്ങളെയും സംരക്ഷിക്കാൻ കഴിവുള്ളവനാണെന്നൊരു ബോധം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പഠിക്കാൻ വേണ്ടി മക്കയിലേക്ക് നമ്മളെ ക്ഷണിച്ചത്. അത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തത് ഹാജറ റളിയല്ലാഹു തആലയുടെ തവക്കുലാണ്. എന്താ ഹാജറ റളിയല്ലാഹു തആലയുടെ തവക്കുല്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു പിഞ്ചു കുഞ്ഞിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും തൊട്ട് ഹാജറ റളിയല്ലാഹു തആലയോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം യാത്ര പോവുകയാണ്. അവസാനം മക്കയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. എവിടെയാണ് നിന്റെ യാത്രയുടെ സങ്കേതത്തിന്റെ അവസാന സ്ഥലം? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രിയപ്പെട്ട ഭാര്യയെ മക്കയിലേക്ക് ഇറക്കി. അല്ല, അന്ന് 52 ദിവസം മാത്രം പ്രായമായ ഒരു കൈക്കുഞ്ഞുമായി ഒരു സ്ത്രീ മക്കയുടെ മണലാരണ്യത്തിൽ നിൽക്കുകയാണ്. ചുറ്റുഭാഗത്തേക്ക് ഹാജറ നോക്കുകയാണ്. ഒരു കുതുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാത്തൊരു സ്ഥലത്ത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തൊരു സ്ഥലത്ത്, ഒരാൾ പോലും കൂട്ടിനില്ലാത്തൊരു സ്ഥലത്ത് ഹാജറ റളിയല്ലാഹു തആല നിൽക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ചോദിച്ചു പോയി മഹദി അവർ പ്രിയപ്പെട്ട ഭർത്താവിനോട്, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട്, ഈ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞില്ല. രണ്ടാമതും ഹാജറ റളിയല്ലാഹു തആല ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞില്ല. മൂന്നാമത്തെ തവണ ചോദിച്ച ചോദ്യം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഈ മരുഭൂമിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഹാജറ റളിയല്ലാഹു തആല പറഞ്ഞു, എങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു മതി. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത മരുഭൂമിയിൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത മരുഭൂമിയിൽ, ഒരാൾ പോലും താമസം പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ഒറ്റയ്ക്ക് തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താവിനോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞു. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാജറ റളിയല്ലാഹു തആലയ്ക്ക് കൊടുത്ത 2 സമ്മാനങ്ങൾ ഒരു മക്കൾ പറഞ്ഞു. 2 സമ്മാനങ്ങൾ ഹാജറ റളിയല്ലാഹു തആലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അത് 2 ഖിയാമത്ത് നാൾ വരെ നിൽക്കുന്ന സമ്മാനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. ഒന്നാമത്തെ സമ്മാനം എന്താണ്? ഒന്നാമത്തെ സമ്മാനം സംസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാജറ റളിയല്ലാഹു തആലയ്ക്ക് കൊടുത്തു. പിഞ്ചുമോൻ ഇസ്മായിലിനെ ഹാജറ റളിയല്ലാഹു തആല അവിടെ നിന്ന് കടത്തി മരുഭൂമിയിൽ, എന്നിട്ട് സഫയിലേക്ക് ഒന്ന് ഓടി. സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്നും സഫയിലേക്ക്. ഒരു നേരത്തെ ഇസ്മായിലിന്റെ ദാഹമടക്കാനുള്ള ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി ഹാജറ റളിയല്ലാഹു തആല സഫയിൽ നിന്ന് മർവയിലേക്കും, മർവയിൽ നിന്ന് സഫയിലേക്കും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവസാനം ഇസ്മായിലിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ഹാജറ റളിയല്ലാഹു തആല ഇസ്മായിലിന്റെ സമീപത്തേക്ക് വരികയാണ്. അല്ലെ, കുഞ്ഞിക്കാലിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം ഇങ്ങനെ ഒഴുക്കി കൊടുക്കുകയാണ്. കുഞ്ഞിക്കാലിൽ നിന്നും നമുക്കറിയാം, വെള്ളം കിട്ടണമെങ്കിൽ ഒന്നിൽ കിണർ കുഴിക്കണം, അതല്ലെങ്കിൽ കുഴൽ കിണർ കുഴിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും പൈപ്പിട്ട് കൊടുക്കണം. ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ വെള്ളം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാൽനടിയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുകയാണ്. ആ ഹാജറ റളിയല്ലാഹു തആല വെള്ളത്തെ കണ്ടു. ഒന്ന് കല്ലുകൾ പെറുക്കി വെച്ചു. വീണ്ടും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹാജറ റളിയല്ലാഹു തആല ആ വെള്ളത്തെ ഒന്ന് തടഞ്ഞു നിർത്താൻ പറഞ്ഞ വാക്കുകളാണ് സംസം. ഒന്ന് അടങ്ങണമെന്ന് ആ വെള്ളത്തോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മി ഹാജറ എങ്ങാനും വന്ന് സംസം എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ വെള്ളം ഒഴുകുമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ വെള്ളത്തിന്റെ കഥ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഹാജിമാരെ മക്കയിലേക്ക് ഒന്ന് വിളിച്ചത്. ഹാജറ റളിയല്ലാഹു തആലയുടെ തവക്കുൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു നേരത്തെ വെള്ളത്തിന് ചോദിച്ചു. പിഞ്ചുമോൻ ഇസ്മായിലിന്റെ ദാഹം മാറാനുള്ള വെള്ളത്തിന് വേണ്ടി ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വെള്ളം എത്രയാണ് സഹോദരന്മാരെ? ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരാശിയുടെ ദാഹം മാറ്റാനുള്ള വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാലിലടിയിൽ നിന്ന് ഒഴുക്കി കൊടുത്തു. ഈ ഹാജറയുടെ ചരിത്രം പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരോട് മക്കയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങൾ ഹാജറയുടെ ചരിത്രം പഠിക്കണം. എങ്ങനെ പഠിക്കണം? ഹാജറ റളിയല്ലാഹു തആല ഒന്നുമല്ലാത്ത മരുഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരാശിയുടെ ദാഹം മാറ്റാനുള്ള വെള്ളം കൊടുക്കാനുള്ള കഴിവുള്ള അല്ലാഹു ഇന്നും ജീവിച്ചിരിക്കാനുള്ള ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യരാശി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വിളിച്ചു. മൂന്നാമത്തത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. എന്താ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എന്താണ്? ലോകത്ത് ഏറ്റവും അനുസരണയുള്ള മോൻ അത് ഇസ്മായിലായിരുന്നു. അല്ലെ, തന്റെ പിതാവിനെ കാണാൻ വേണ്ടി ഇസ്മായിൽ കാത്തിരിക്കുകയാണ്.
ഹജറ റളിയല്ലാഹു തആല യാത്ര ചെയ്ത് തിരിച്ചു വന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് സന്തോഷമായി തനിക്ക് ചെറുപ്പകാലത്ത് കിട്ടാത്ത സ്നേഹം, ചെറുപ്പകാലത്ത് കിട്ടാത്ത വാത്സല്യം, ചെറുപ്പകാലത്ത് കിട്ടാത്ത പിതൃത്വം ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വരവ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വരുന്നത് യഥാർത്ഥത്തിൽ ആ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല, വലിയൊരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് വരുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? സ്വന്തം മോനെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കടന്നു വരുന്നത്. സ്വന്തം മകനെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കടന്നു വരികയാണ്. ഭാര്യ ഹാജറയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മോനെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ മക്കയിലേക്ക് വന്നിരിക്കുന്നത്. ഹാജറ റളിയല്ലാഹു തആല അൻഹ അറിയാമായിരുന്നു എന്റെ ഭർത്താവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ഖലീലാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രമേ ഒരു കാര്യം നിർവഹിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ മോൻ ഇസ്മായിൽ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞു. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹു കൊടുത്ത പൊന്നുമോനെ നോക്കുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി ഹാജറ റളിയല്ലാഹു തആല പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിലേൽപ്പിച്ച ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം മോനോടൊന്ന് ചോദിക്കുകയാണ്. ഉപ്പയെ സ്നേഹത്തോടു കൂടി കാണാത്ത മോനോട് ചോദിക്കുന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ച ചോദ്യം? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹു ഫൻദുർ മാദാ തറാ. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹു, നിന്നൊന്ന് ദിബാ ചെയ്യാൻ വേണ്ടി, നിന്നൊന്ന് അറുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിക്കുകയാണ്. ഫൻദുർ മാദാ തറാ, ഈ സ്വപ്നത്തെക്കുറിച്ച് നീ എന്ത് പറയുന്നു? എന്താ മോൻ പറഞ്ഞ മറുപടി എന്താണ്? സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആ പാഠം പഠിക്കാൻ വേണ്ടിയാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ആ പാഠം പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കയിലേക്ക് ക്ഷണിച്ചത്. എന്താ മോൻ പറഞ്ഞ വാക്ക്? യാ അബ്തി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ് സാബിരീൻ. യാ അബ്തി ഫഅൽ മാ തുഅ്മർ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനോട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത്? യാ അബ്തി ഫഅൽ മാ തുഅ്മർ, അല്ലാഹു തങ്ങളോട് കൽപ്പിച്ച കാര്യം തങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യണം. സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ് സാബിരീൻ, എന്നെ സാബിരീങ്ങളുടെ കൂട്ടത്തിൽ, ക്ഷമയുള്ള ആളുടെ കൂട്ടത്തിൽ തങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ 3 വ്യക്തിത്വങ്ങളുടെ പാഠം പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പൂർണ്ണമായ ഈമാൻ, ഹാജറ റളിയല്ലാഹു തആല അൻഹയുടെ തഖ്വക്കുൽ, ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ അനുസരണം അഥവാ ഇത്താഅത്ത്, ഇത് പഠിക്കാൻ വേണ്ടിയാണ് മുഴുവൻ ആളുകളോടും നിങ്ങളൊന്ന് മക്കയിലേക്ക് യാത്ര ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇൻഷാ ഈ കാര്യം നമ്മൾ ഇൻഷാ അല്ലാഹ് മക്കയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ മദീനയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മദീനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ആ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം. ആരാണ് മുഹാജിറുകൾ, ആരാണ് അൻസാറുകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്ത സഹാബാക്കളുടെ പേരുകളാണ് മുഹാജിറുകൾ. ഹിജ്റ ചെയ്ത സഹാബാക്കൾ, ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയ സഹാബാക്കളെ സ്വീകരിച്ച ആളുകളുടെ പേരാണ് അൻസാറുകൾ. അൻസാറുകളായ സഹാബാക്കൾ, അൻസാറുകളും മുഹാജിറുകളുമായ സഹാബാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്തുണ്ട്. സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തെ നമ്മൾ ആലോചിച്ച് നോക്കണം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ഒരു വാക്കുകളാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം നമ്മോട് പറയുന്ന ഒരു വാക്കാണ് വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഇഹ്സാന്റെ വഴിയിൽ, നന്മയുടെ വഴികളിൽ നിങ്ങൾ ഈ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കളെ പിൻപറ്റാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, നിങ്ങൾ അല്ലാഹുവിൽ സംതൃപ്തപ്പെട്ട ആളുകളായി തീരും, അല്ലാഹു നിങ്ങളിലും സംതൃപ്തപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കി തരികയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആലോചിച്ച് നോക്കണം സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളെയും അൻസാറുകളെയും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലെ, അവരെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ പറഞ്ഞത്? ആ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കളുടെ ത്യാഗമൊന്ന് അനുസ്മരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോടൊന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഈ ഭൂമി ഉണ്ടാകുന്ന കാലം മുതൽ തന്നെ പരിശുദ്ധമായ മക്കയുണ്ട്. ഈ ഭൂമി ഉണ്ടാകുന്ന കാലം മുതൽ തന്നെ പരിശുദ്ധമായ മക്കയുണ്ട്. ആദ്യത്തെ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കാലുകുത്തുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ കഅബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ സജീവമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകൾ എന്താണ്? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെക്കുറിച്ച് പറഞ്ഞു, വിശുദ്ധമായ കഅബയെക്കുറിച്ച് പറഞ്ഞു. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ആരാധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദ്യത്തെ ഭവനം അത് പരിശുദ്ധമായ കഅബ, മക്കയിൽ സ്ഥിതി ചെയ്യുന്ന കഅബയാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്.
നമ്മൾ ആലോചിച്ച് നോക്കണം. ആദ്യത്തെ ഭവനം ഭൂമിയിൽ അത് വിശുദ്ധമായ കഅബയാണ്. ഉലമാക്കൾ പറഞ്ഞു അത് മലക്കുകൾ നിർമ്മിച്ചതാണെന്ന്, അല്ല ആദം നബി അലൈഹി സ്വലാം നിർമ്മിച്ചതാണെന്നുള്ള കൗലുകളും അൽഹംദുലില്ലാഹ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകൾ എന്താണ്? വതഹിറ ബൈതിയ ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്താണ്? വതഹിറ ബൈതിയ, എൻ്റെ വീടിനെ നീ ഒന്ന് ശുദ്ധീകരിക്കണം, ഒന്ന് പുനർനിർമ്മിക്കണം. വതഹിറ ബൈതിയ എന്തിനു വേണ്ടിയാണ്? ലിത്വായിഫീന തവാഫ് ചെയ്യാൻ വേണ്ടി, വൽ ആകിഫീന ഇഅ്തികാഫ് ചെയ്യാൻ വേണ്ടി, വറുക്കഇ സുജൂദ് റുക്ഉം സുജൂദും നിർവഹിച്ച് നമസ്കരിക്കാൻ വേണ്ടി, വിശുദ്ധമായ കഅബയെ പുനർനിർമ്മിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ കഅബയും മക്കയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, എന്നാൽ മദീന കാണാൻ വേണ്ടി സാധിക്കുകയില്ല. മദീന ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയോട് കൂടി മാത്രമാണ്. ആ മദീനയുടെ ചരിത്രം അത് രോമാഞ്ചജനകമായ ചരിത്രമാണ്. മദീനയുടെ ചരിത്രം എങ്ങനെയാണ് മദീന ഉണ്ടാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 വർഷക്കാലം തങ്ങൾ മക്കയിൽ പ്രബോധനം ചെയ്തു. തന്റെ പ്രിയപ്പെട്ട നാട്ടിൽ, തന്നെ അല്ലമീൻ എന്ന് വിളിച്ച നാട്ടിൽ, സാദിഖുൽ മസ്ദൂഖ് എന്ന് അടയാളപ്പെടുത്തിയ നാട്ടിൽ, സത്യസന്ധരിൽ വെച്ച് ഏറ്റവും വലിയ സത്യസന്ധൻ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത നാട്ടിൽ, അല്ലമീൻ വിശ്വസ്തരിൽ വെച്ച് ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന് തനിക്ക് സർട്ടിഫിക്കറ്റ് തന്ന തന്റെ ജന്മനാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ അവർ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കള്ളനായും ഭ്രാന്തനായും സിഹ്റുകാരനായും സാഹിറുകാരനായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ധാരാളം ഉപദ്രവിച്ചു. 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉപദ്രവം സഹിച്ചു. തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, എനിക്ക് മുമ്പ് വന്ന ഒരു പ്രവാചകൻ പോലും അനുഭവിക്കാത്ത ത്യാഗവും പീഡനവും ഞാൻ അനുഭവിച്ചു ഈ ഉമ്മത്തിന് വേണ്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അത്രയും വലിയ പീഡനം 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളുടെ പ്രിയങ്കരായ സഹാബാക്കളും അനുഭവിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കണം. 13ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റക്കുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. എത്രമാത്രം ത്യാഗം സഹിച്ചു നമ്മൾ ആലോചിച്ച് നോക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലയുടെ ഭരണകാലം, ഇന്ന് കാണുന്ന മദീന തയ്യിബ, ഉമർ ഖത്താബിന്റെ ഭരണകാലം, ഇന്ന് കാണുന്ന മദീന തയ്യിബയിൽ മുഴുവൻ സത്യവിശ്വാസികളും ഒരുമിച്ച് കൂടുകയാണ്. പേർഷ്യയും റോമും ഈജിപ്തും മിസ്റും സിറിയയും അടങ്ങുന്ന മുഴുവൻ പ്രദേശങ്ങളും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലയുടെ കാൽക്കീഴിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ആളുകളും സഹായിച്ചു, മുഴുവൻ ആളുകളും സന്തോഷിച്ചു. ഈ സമയം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. യാ ഖുബൈബ് ഖബ്ബാബ് റളിയല്ലാഹു തആല വിളിക്കുകയാണ്. യാ ഖബ്ബാബ് തആല എന്ന് വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, പേർഷ്യ ഇസ്ലാമിന് കീഴടങ്ങി, അല്ലെ റോം ഇസ്ലാമിന് കീഴടങ്ങി, മുഴുവൻ പ്രദേശങ്ങളും ഇസ്ലാമിന് കീഴടങ്ങി, മുഴുവൻ പ്രദേശങ്ങളിലെയും ഫലഭൂഷ്ടമായ സമ്പത്തുകൾ മദീനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ മദീനവാസികൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാലത്ത് ഞങ്ങൾ അനുഭവിച്ച ത്യാഗവും വേദനയും വ്യസനവും നിങ്ങളൊന്ന് കാണണം. ഖബ്ബാബ് റളിയല്ലാഹു തആല വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്ന് കാണുന്ന മദീന തയ്യിബയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല മസ്ജിദ് നബവിയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയാണ്, ഖബ്ബാബ് പണ്ട് നിങ്ങൾ അനുഭവിച്ച ഒരു ത്യാഗം ഈ മനുഷ്യർക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു തആല സംസാരിക്കാൻ വേണ്ടി അല്ല എഴുന്നേറ്റ് നിന്നത്. ഖബ്ബാബ് റളിയല്ലാഹു തആല അവരുടെ മുമ്പിലേക്കൊന്ന് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഖമീസ്, അദ്ദേഹത്തിന്റെ കുപ്പായം ഒന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ഭാഗം കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ കാണുന്ന വാക്കെന്താണ്? അവർക്ക് തൊലിയൊന്ന് കാണാൻ വേണ്ടി സാധിച്ചില്ല, അല്ല മാംസം ഒന്ന് കാണാൻ വേണ്ടി സാധിച്ചില്ല. ഈ ഭാഗത്തുള്ള എല്ലിൻ കഷ്ടമാണ് അവർ കണ്ടത്, ഖബ്ബാബ് റളിയല്ലാഹു തആല പറഞ്ഞു, ഞങ്ങളെ മക്കയിൽ വെച്ച് പീഡിപ്പിക്കുമായിരുന്നു, എന്നെ മക്കയിൽ വെച്ച് പീഡിപ്പിക്കുമായിരുന്നു. എപ്രകാരം പീഡിപ്പിക്കും? തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ആ തീക്കുണ്ടത്തിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോകും. എൻ്റെ ശരീരത്തിൽ നിന്നും ആ ഒലിച്ചിറങ്ങുന്ന രക്തവും ചലവും കൊണ്ട് ആ തീ കെട്ടുപോകും. ഈ രൂപത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചു. അന്ന് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമായിരുന്നു, മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് തങ്ങളെ വരിക എന്ന് ഞങ്ങൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമായിരുന്നു എന്ന് ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സാക്ഷി നിർത്തിക്കൊണ്ട്, ഇന്ന് നമ്മൾ പോകുന്ന മസ്ജിദ് നബവിയിൽ സാക്ഷി നിർത്തിക്കൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കുകൾ നമ്മൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ. അപ്പോഴാണ് മദീനയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് മദീനക്കാരായ ആളുകൾ, അന്ന് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഹജ്ജിന് വേണ്ടി അവർ മദീനക്കാരായ കുറഞ്ഞ സഹാബാക്കൾ അൽഹംദുലില്ലാഹ് മദീന തയ്യിബിലേക്ക് വരുന്നത്. ആദ്യത്തെ വർഷം അൽഹംദുലില്ലാഹ് അവർ മദീനയിൽ വന്നു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന ഹജ്ജിന് വേണ്ടി മിനയുടെ താഴ്വരയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാണാൻ വേണ്ടി പോയി. പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹു തുഫ്ലിഹു,
ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം നിങ്ങളൊന്ന് ഉച്ചരിക്കണം, നിങ്ങൾ വിജയികളായി തീരുമെന്ന് പറഞ്ഞപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അളയപ്പ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ സഹോദരപുത്രൻ മുഹമ്മദിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോകരുത്. അദ്ദേഹം ഇസ്ലാമായിരുന്നില്ല, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ അദ്ദേഹം നടക്കും. മദീനവാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ശ്രവിച്ചു. എന്നിട്ട് മദീനവാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ മക്കക്കാർ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും പ്രബോധനം ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ തങ്ങളെ മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് മദീനവാസികൾ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, ഒരു നാട്ടിൽ നിന്നും ഒരു മനുഷ്യനെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ മനുഷ്യനെ ഏറ്റെടുക്കാൻ വേണ്ടി മദീനവാസികൾ തയ്യാറാണ്. ഈ സന്ദർഭത്തിൽ വീണ്ടും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് സന്നിധരായിക്കൊണ്ട് മദീനവാസികളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ സഹോദരൻ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകരുത്. അഥവാ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയാൽ 4 പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. 4 പ്രയാസങ്ങൾ. ഒന്ന്, നിങ്ങളുടെ യുവാക്കൾ രക്തസാക്ഷികളായി തീരും, നിങ്ങളുടെ സ്ത്രീകൾ വിധവകളായി തീരും, നിങ്ങളുടെ കുട്ടികൾ യതീമുകളായി തീരും, നിങ്ങളുടെ അയൽ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും നിങ്ങളുമായി ശത്രുതയിലായി തീരും. 4 കാര്യങ്ങളാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അന്ന് ആ മദീനക്കാരായ സഹാബാക്കളോട് പറയുന്നത്. അവർ ഏകദേശം 8 പേരായിരുന്നു. അവരോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? നിങ്ങളുടെ യുവാക്കൾ രക്തസാക്ഷികളായി തീരും. നമ്മൾ ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ യുവാക്കൾ രക്തസാക്ഷികളായി തീരും. ഈ ലോകത്ത് നിങ്ങളുടെ യുവാക്കൾ ആ യുദ്ധത്തിൽ രക്തസാക്ഷികളായി അവർ യാത്ര ചെയ്യേണ്ടതായി വരും. രണ്ടാമതായി പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾ വിധവകളായി തീരും. മൂന്നാമതായി പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ യതീമുകളായി തീരും. നാലാമതായി പറഞ്ഞു, നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ നിങ്ങളുമായി ശത്രുതയിലായി തീരും എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മദീന തയ്യിബയിൽ വന്ന ഹജ്ജിന് വേണ്ടി വന്ന സഹാബ ആളുകളിൽപ്പെട്ട ഒരാൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ഈ പറയുന്നതൊക്കെ സത്യമാണോ? തങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയാൽ, മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങളുടെ യുവാക്കൾ രക്തസാക്ഷികളാകുമോ? ഞങ്ങളുടെ സ്ത്രീകൾ വിധവകളാകുമോ? ഞങ്ങളുടെ കുട്ടികൾ യതീമുകളാകുമോ? ഞങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ, മദീനയുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഞങ്ങളുമായി ശത്രുതയിലായി തീരുമോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് സത്യമായി പുലരുക തന്നെ ചെയ്യും. നിങ്ങളുടെ യുവാക്കൾ രക്തസാക്ഷികളായി തീരും, നിങ്ങളുടെ സ്ത്രീകൾ വിധവകളായി തീരും, നിങ്ങളുടെ കുട്ടികൾ യതീമുകളായി തീരും, നിങ്ങളുടെ മദീനയുടെ അയൽവാസികൾ മുഴുവനും മദീനക്കാരുടെ ശത്രുക്കളായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വീണ്ടും ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല വീണ്ടും ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ലാഹുവിന്റെ റസൂൽ, ഇതെല്ലാം സഹിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായാൽ ഞങ്ങൾക്ക് പകരം എന്താണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൽ ഒരു വാഗ്ദാനവും പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പകരം നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആകാശ ലോകത്ത് സ്വർഗ്ഗം നൽകി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മുസ്ലിമാകാത്ത മദീനയിൽ നിന്നും ഹജ്ജിന് വേണ്ടി വന്ന, ജാഹിലിയ്യ കാലത്ത് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്ന ആ മദീന സംഘത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാഗ്ദാനം എന്താണ്? ആകാശ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സ്വർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരം നൽകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല പറഞ്ഞു, സ്വർഗ്ഗത്തിന് പകരം അല്ലാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. എന്തിനു പകരമാണ്? ഞങ്ങളുടെ യുവാക്കൾ രക്തസാക്ഷികളാകും, അല്ലെ ഞങ്ങളുടെ സ്ത്രീകൾ വിധവകളാകും, ഞങ്ങളുടെ കുട്ടികൾ അവർ യതീമുകളാകും, ഞങ്ങളുടെ മുഴുവൻ ആളുകൾ ഞങ്ങളുമായി ശത്രുതയിലായിത്തീരും. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് മദീനക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന തയ്യിബിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം സാർ, ചരിത്രകാരന്മാർ എഴുതി വെച്ചു ഇതിന്റെ മുഴുവൻ പൂർത്തീകരണം ഉഹുദിന്റെ മണ്ണിൽ മദീനക്കാർ കണ്ടു. മുഴുവൻ ആളുകളും കണ്ടു. അല്ലെ, ഉഹുദിലേക്ക് അൽഹംദുലില്ലാഹ് മദീനക്കാർ പോവുകയാണ്. മദീനയിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. മസ്ജിദ് നബവിയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഉഹുദ് പർവ്വത നിരകൾ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ആ ഉഹുദ് പർവ്വതത്തിന്റെ താഴെയാണ് അൽഹംദുലില്ലാഹ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. ആ ഉഹുദ് യുദ്ധത്തിൽ വെച്ച് മദീനക്കാരായ ഏകദേശം 70ഓളം സഹാബാക്കൾ രക്തസാക്ഷികളായി പോയി. മദീനക്കാരായ മുഴുവൻ ആളുകളുടെ വീട്ടിൽ ഒന്നുകിൽ മരണപ്പെട്ട ആളുകളുടെ വീടായിരുന്നു, അല്ലെങ്കിൽ പരിക്കേറ്റ ആളുകളുടെ വീടായിരുന്നു മദീന തയ്യിബ എന്ന ചരിത്രം എഴുതി വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടാക്കിയിരുന്ന ആ കരാറിന്റെ പൂർത്തീകരണമായിരുന്നു യഥാർത്ഥത്തിൽ മദീനയിൽ ഉഹുദിന്റെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്തത്. പക്ഷേ മദീനക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു.
മദീനക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ സന്തോഷ വാർത്ത അറിയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. മരണശേഷം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച മണ്ണ് അത് പരിശുദ്ധമായ മദീന തയ്യിബയുടെ മണ്ണാണ്. പരിശുദ്ധമായ മദീന തയ്യിബയുടെ മണ്ണാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, മദീനയുടെ മഹത്വം എത്ര വലിയ മഹത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സഹാബി അയച്ചു. ആ സഹാബിയുടെ പേരാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല. ആദ്യമായി ഹിജ്റ ചെയ്ത് മദീനയുടെ മണ്ണിലേക്ക് എത്തിയ സഹാബിയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല. എത്രമാത്രം പ്രായമുള്ള സഹാബിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം പ്രായമുള്ള സഹാബിയാണ്. ഏകദേശം 20 വയസ്സ് മാത്രം പ്രായമായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീൻ മദീനക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കുന്നത്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ മാത്രം കരുതിയാൽ മതി. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് നിയോഗിക്കുകയാണ്. ആരായിരുന്നു മിസ്അബ്? മക്കയുടെ രോമാഞ്ചമായിരുന്നു മിസ്അബ്. മക്കയുടെ രോമാഞ്ചമാണ്. ഇത്രയും സൗന്ദര്യമുള്ള ഒരു വ്യക്തിത്വം മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഇത്രയും ധനവാനായ ഒരു വ്യക്തിത്വം മക്കയിൽ ഉണ്ടായിരുന്നില്ല. മക്കയുടെ കോമളപുത്രനായിരുന്നു മിസ്അബ് ധരിച്ച വസ്ത്രം ധരിക്കാൻ വേണ്ടി ആളുകൾ കൊതിച്ചു. മിസ്അബ് പരട്ടിയ സുഗന്ധം പരട്ടാൻ വേണ്ടി ആളുകൾ കൊതിച്ചു. ആ മിസ്അബിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത്. അടുത്ത വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്തു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എവിടെയാണ് മിസ്അബ്? എവിടെയാണ് മിസ്അബ് ഇബ്നു ഉമൈർ? എവിടെയാണ് മിസ്അബ് ഇബ്നു ഉമൈർ? നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ച കോമളനായ മിസ്അബ്, സന്തുഷ്ടനായ മിസ്അബ്, അല്ല സൗന്ദര്യത്തിന്റെ പ്രതീകമായ മിസ്അബ്, പക്ഷെ മദീനയിലെത്തി കരുവാളിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. പക്ഷെ ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷിത്വം നൽകിക്കൊണ്ട് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അനുഗ്രഹിച്ചു. മദീനയുടെ പാഠവും ചരിത്രവും നമ്മൾ ഉൾക്കൊള്ളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരികയാണ്. ഹിജ്റ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതുവരെ ആ പ്രദേശത്തിന്റെ പേര് യസ്രിബ് എന്നായിരുന്നു. പോയാൽ രോഗം പിടിക്കുന്ന ഒരു പ്രദേശമാണ് യസ്രിബ്. ആരും മദീനയിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് യാത്ര ചെയ്തു, ഹിജ്റ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മദീനാവാസികൾ ഒന്നടങ്കം മദീനയുടെ പടിയിൽ ഇന്ന് ഖുബ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വന്നു. മുഴുവൻ ആളുകൾ വന്നു. തലഅൽ ബദ്റു അലൈന, അല്ലെ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പാട്ട് പാടിക്കൊണ്ടാണ്, ഈ ഗാനം ആലപിച്ചുകൊണ്ടാണ് മദീനയിൽ ആബാലവൃദ്ധൻ ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മദീനയുടെ വെളിയിലേക്ക് ഖുബയിലേക്ക് വരുന്നത്. ഖുബയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് സ്വീകരിച്ചു. സ്നേഹത്തോടു കൂടി അവർ സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ആദ്യമായി കടന്നു വന്ന ദിവസം നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബയിൽ മദീനയുടെ വെളിയിലാണ് താമസിക്കുന്നത്. 4 ദിവസം താമസിച്ചു. ചരിത്രകാരന്മാർ എഴുതി വെച്ചു, തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബയിലെത്തി. വെള്ളിയാഴ്ച രാവിലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബയിൽ നിന്ന് മദീനയിലേക്ക് ഒന്ന് യാത്ര ആരംഭിക്കുന്നത്. ആ 4 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബാ പള്ളിയിൽ താമസിച്ചു. അന്നൊരു പള്ളി ഉണ്ടാക്കിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള സഹാബാക്കളും മദീനക്കാരായ അൻസാറുകളായ സഹാബാക്കളും ചേർന്നുകൊണ്ട് ആദ്യമായി മസ്ജിദ് ഖുബ ഉണ്ടാക്കി. മസ്ജിദ് തഖ്വ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളിയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ആരെങ്കിലും സ്വന്തം വീടുകളിൽ നിന്ന് വുളൂ ചെയ്തു ഈ മസ്ജിദ് ഖുബയിൽ വന്ന് ഞാൻ നിർവഹിച്ച ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിർവഹിച്ച ആദ്യത്തെ പള്ളിയിൽ വന്നുകൊണ്ട് ഒരു 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറയുടെ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്ന് പറഞ്ഞു. ആ പള്ളിയാണ് മസ്ജിദ് ഖുബ. നമുക്ക് നമസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മസ്ജിദ് ഖുബയുടെ ചരിത്രം അവിടെയാണ് ആരംഭിക്കുന്നത്. മദീനയുടെ ചരിത്രം അവിടെയാണ് ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീനയിലേക്ക് വരുന്നുണ്ടെന്ന വാർത്ത മദീനക്കാരായ മുഴുവൻ ആളുകളും അറിയുകയാണ്. അന്ന് മദീനയിൽ പ്രഗത്ഭരായ 5 ഗോത്രങ്ങളാണുള്ളത്. 5 ഗോത്രങ്ങൾ, 2 അറബി ഗോത്രങ്ങളും 3 ജൂത ഗോത്രങ്ങളുമാണുള്ളത്. ഔസ് ഖസറജ് എന്നറിയപ്പെടുന്ന 2 അറബി ഗോത്രങ്ങൾ, ബനു നളർ, ബനു ഖൈനുഖ, ബനു ഖുറൈള എന്നറിയപ്പെടുന്ന 3 ജൂത ഗോത്രങ്ങളുമാണ് അന്ന് മദീനയിലുള്ളത്. മദീനയിലുള്ള ജൂതന്മാരും അറബികളും എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഖുബയിലേക്ക് വന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലമ റളിയല്ലാഹു തആല അൻഹു. ജൂത പണ്ഡിതനാണ്.
ജൂത പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു സലമ റളിയല്ലാഹു തആല. അദ്ദേഹം മുസ്ലിം ആകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രവാചകൻ മദീനയുടെ മണ്ണിലേക്ക് കാലുകുത്തുന്നു എന്നറിഞ്ഞപ്പോൾ ആ പ്രവാചകനെ കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചു, ആഗ്രഹിച്ചു. ഞാൻ മദീനയിലേക്കൊന്ന് യാത്ര ചെയ്തു. ഞാൻ ആ പ്രവാചകന്റെ വാക്കുകൾക്ക് വേണ്ടി ഞാൻ കാതോർത്തു. ആദ്യമായി മദീനയുടെ മണ്ണിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ അഭിസംബോധന ചെയ്യുകയാണ്. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീനയുടെ മണ്ണിൽ സഹാബാക്കളെ അഭിസംബോധന ചെയ്യുകയാണ്. നമുക്ക് ഗുണപാഠങ്ങളുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി മദീനക്കാരോട് പറഞ്ഞ വാക്കുകൾ. മദീനക്കാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 വാക്കുകളാണ് പറഞ്ഞത്. 5 വാക്കുകൾ പറഞ്ഞു. അഫ്ശുസ്സലാമ ബൈനക്കും വഅതിമുത് തആം വസിലത്തുർ റഹ്മ സല്ലു അന്നാസ് നിയാം. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ദഖലൽ ജന്ന സലാമൻ. 5 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞ വാക്കുകൾ എന്താണ്? അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കണം. ഹാജിമാരോട് പ്രത്യേകമായി പറയാനുള്ള ഒരു വാക്ക്, നമ്മൾ ഒരു മുസൽമാനെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് നമുക്ക് കിട്ടുന്നത് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ മണ്ണിൽ ആദ്യമായി പറഞ്ഞ വാക്ക് എന്താണ്? അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിക്കണം. ഒരു മോൻ വീട്ടിലേക്ക് കടന്നു വരികയാണ്, ഉമ്മാനോട് പറയണം അസ്സലാമു അലൈക്കും, ഉപ്പാനോട് പറയണം അസ്സലാമു അലൈക്കും, തിരിച്ചു പോകുമ്പോൾ പറയണം അസ്സലാമു അലൈക്കും. ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്ന ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 5 വാക്കുകൾ 3 നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഒന്നാമതായി പറഞ്ഞു, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. രണ്ടാമതായി പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഭക്ഷിപ്പിക്കണം. മൂന്നാമതായി പറഞ്ഞു, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, സിലത്തുർ റഹ്മ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. നാലാമതായി പറഞ്ഞു, ജനങ്ങൾ മുഴുവനും ഉറങ്ങുമ്പോൾ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ റബ്ബിന് വേണ്ടി നിങ്ങളൊന്ന് നമസ്കരിക്കണം. അഞ്ചാമതായി പറഞ്ഞ് സമാധാനത്തോടു കൂടി നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹി ഇബ്നു സലമ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഒരു പ്രവാചകന്റെ വാക്കുകൾ ഞാൻ ആദ്യമായി കേട്ടു. നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം, നിങ്ങൾ പരസ്പരമായി ഭക്ഷിപ്പിക്കണം, നിങ്ങൾ പരസ്പരം ഭക്ഷിപ്പിക്കണം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, നിങ്ങൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് കൊണ്ട് നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ സമാധാനത്തോടു കൂടി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സലമ അന്ന് യഹൂദ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രവാചകനല്ലാതെ ഇപ്രകാരം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഞാൻ ആ പ്രവാചകന്റെ സന്നിധിയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സലമ എന്ന് അറിയപ്പെടുന്ന ആ പ്രസിദ്ധനായ ജൂത പണ്ഡിതൻ ഇസ്ലാം മതം സ്വീകരിച്ചെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ. അങ്ങനെ മദീനയിൽ മസ്ജിദ് ഖുബൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 ദിവസം താമസിച്ചു. വെള്ളിയാഴ്ച ദിവസം പകൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മദീനക്കാരായ മുഴുവൻ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആനയിച്ചുകൊണ്ട് മദീനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജുമാ നമസ്കരിക്കണം. ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ ജുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കാലുകുത്തിയ ദിവസമാണ്. മസ്ജിദ് ഖുബൈൽ നിന്നും മസ്ജിദ് നബവിയിലേക്ക് പോകുന്ന വഴിയിൽ മസ്ജിദ് ജുമാ എന്നൊരു പള്ളി നിങ്ങൾക്ക് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ സ്ഥലത്ത് വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ ജുമാ നമസ്കരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് യാത്ര ആരംഭിച്ചു. മദീനയിലേക്കുള്ള യാത്ര സഹാബാക്കൾക്ക് അനുഭൂതിദായകമായ ഒരു യാത്രയായിരുന്നു. സഹാബാക്കൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്റെ വീട്ടിൽ താമസിക്കണം. ഓരോ ആളും ആഗ്രഹിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിൽ അതിഥിയായിരിക്കണം ആഗ്രഹിച്ചു പോയി. ഓരോ ആളുടെ വീട്ടിന്റെ മുമ്പിലെത്തുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിന്റെ മൂക്ക് കയറവർന്ന് പിടിക്കും. എന്റെ വീട്ടിലേക്കൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിഥിയായി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഒട്ടകം മഅ്മൂറാണ്, അതിന് അനുമതി കിട്ടിയിട്ടില്ല അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന്. അതെവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് എന്റെ താമസ സ്ഥലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒട്ടകം നീങ്ങി അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആലയുടെ വീട്ടിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുട്ടായ താമസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാധന സാമഗ്രികൾ മുഴുവനും അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചു. കാരണം ഇനി എന്റെ വീട്ടിലെ അതിഥി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അതിഥിയായി നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ താമസത്തിന്റെ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പ്രവാചകൻ ഒരു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് ഒരു പള്ളി നിർമ്മിക്കുക എന്നുള്ളതാണ്. ഒരു മസ്ജിദ് നിർമ്മിക്കണം അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ താമസിക്കുന്ന
താമസിക്കുന്നതിന് മുമ്പേ ഒരു മസ്ജിദ് നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞു. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല മുമ്പിൽ പറഞ്ഞു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. 2 യതീമുകളായ 2 കുട്ടികളുടെ സ്ഥലമാണ്. സഹൽ സുഹൈൽ എന്നറിയപ്പെടുന്ന റളിയല്ലാഹു തആല അൻഹുമ 2 കുട്ടികളുടെ സ്ഥലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടികൾക്ക് ധനം നൽകി ആ പള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പള്ളി നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യമായി മസ്ജിദ് നബവി നിർമ്മിക്കുകയാണ്. സഹാബാക്കൾ മുഴുവനും മദീനയുടെ മണ്ണിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ പള്ളിക്ക് വേണ്ടി മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കല്ലുകൾ വെച്ചു. അതിനുശേഷം ഈത്തപ്പഴം നാളുകൾ നാട്ടി അതിനുശേഷം ഈത്തപ്പഴത്തിന്റെ ഓലകൾ ഇട്ടുകൊണ്ടാണ് ആ പള്ളി നിർമ്മിക്കുന്നത്. ഈത്തപ്പഴത്തിന്റെ ഓലകൾ കൊണ്ടാണ് ആ പള്ളി നിർമ്മിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഹാജിമാർ, അജ്ജുമ്മമാർ, ഇത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ആ മദീന പള്ളിയുടെ ചരിത്രം നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ന് നമ്മൾ മദീന പള്ളി കാണും. കൊട്ടാര സദൃശമായ മദീനപ്പള്ളി, ആകാശം മുട്ടി നിൽക്കുന്ന മിനാരങ്ങൾ, പ്രകാശം തുളുമ്പുന്ന വിളക്കുമാണകൾ, സൗന്ദര്യം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആ പള്ളിയുടെ ഭിത്തികളും ചുമരുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി. ഞങ്ങൾ ഒരു പ്രാവശ്യം ഉംറയ്ക്ക് വേണ്ടി പോയി. പള്ളിക്കരയിൽ നിന്നുണ്ടായിരുന്ന ഒരു ബഷീർ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരനുണ്ടായിരുന്ന ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഉംറയും സിയാറത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ മക്കയിലെത്തി അൽഹംദുലില്ലാഹ് വലിയൊരു ഈമാന്റെ അവസ്ഥയിലായിരുന്നു. പക്ഷെ മദീനയിലെത്തി എന്റെ ഈമാൻ മുഴുവൻ പോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ഇങ്ങനെ അല്ലല്ലോ, മക്കയിലെത്തി ഈമാൻ എത്തിക്കഴിഞ്ഞാൽ മദീനയിൽ ഈമാന്റെ ഉയർന്ന സ്ഥാനത്തേക്കാണല്ലോ ആളുകൾ കടന്നു വരിക. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ബഷീർ സാഹിബ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മദീന പള്ളിയുടെ സൗന്ദര്യം. എന്തിനാണ് ഒരു പള്ളിക്ക് ഇത്രയും വലിയ സൗന്ദര്യം? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു പള്ളി, അത് ചെറിയൊരു സൗന്ദര്യത്തോടു കൂടി നിർവഹിച്ചാൽ മാത്രം പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ബഷീറിനോട് ഞാൻ പറഞ്ഞു, 1400 വർഷങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പള്ളിയിലേക്കാണ്. ഓലമേഞ്ഞ പള്ളിയിൽ ആ പള്ളിയെ കുറിച്ച് സഹാബാക്കൾ പരിചയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? അതിന്റെ വെയിലിന്റെ കിരണങ്ങൾ, അതിന്റെ ചേലത്തെ ഞങ്ങൾ കാണുമായിരുന്നു. മഴ പെയ്തതിന്റെ അടയാളങ്ങൾ ഞങ്ങളുടെ സുജൂദിൽ കാണുമായിരുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മഴ പെയ്യും, ആ പള്ളി ചളിക്കുളമാകും. ഞങ്ങൾ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ആ ചളി ഞങ്ങളുടെ നെറ്റിയിലേക്ക് പരട്ടും എന്ന് സഹാബാക്കൾ പറഞ്ഞു. ഈ രൂപത്തിലുള്ള ഒരു പള്ളിയിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്കപ്പുറം തന്റെ മുമ്പിലിരിക്കുന്ന സഹാബ വൃന്ദത്തെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു കാലഘട്ടം വരും, അന്ന് ദജ്ജാൽ മദീനയുടെ വഴിയിലേക്ക് വരും. മദീനയ്ക്ക് പ്രവേശിക്കാൻ ദജ്ജാലിന് സാധിക്കുകയില്ല. മലക്കുകൾ മലക്കുകൾ വലയം ചെയ്യും. ദജ്ജാലിന് മദീനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മദീനയുടെ പുറത്തുള്ള മലകളിൽ കയറി നിന്നുകൊണ്ട് ദജ്ജാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഐനൽ ഖസ്റുൽ അബിയദുൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളുത്ത കൊട്ടാരം എവിടെയെന്ന് ദൂരെ മദീനയുടെ വെളിയിൽ നിൽക്കുന്ന മലമുകളിൽ കയറി നിന്നുകൊണ്ട് അന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഷീർ സാഹിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാർത്തകളുടെ പൂർത്തീകരണമാണ് ഈ പള്ളി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖസ്റുൽ അബിയദ്, വെളുത്ത കൊട്ടാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് ഈ മദീന പള്ളിയാണ്. കൊട്ടാരം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കൊട്ടാര സദൃശമായ വികസനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മദീന പള്ളിക്ക് നൽകുമെന്ന് ഓലമേഞ്ഞ പള്ളിയിലിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമാണ് ഞാനും നിങ്ങളും ഈ മദീന പള്ളി കാണുന്നത്. ദജ്ജാൽ വരും, മദീനയുടെ വെളിയിൽ നിന്നുകൊണ്ട് ചോദിക്കും, ഐനൽ ഖസ്റുൽ അബിയദുൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളുത്ത കൊട്ടാരം എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൊട്ടാരം പോലെ നിൽക്കുന്ന ഈ പള്ളിയെ ദജ്ജാലിന് കാണാൻ വേണ്ടി സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ കളവല്ല, സദഖത യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ അത് മുഴുവൻ സത്യസന്ധമായ വാക്കുകളാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ആ പള്ളിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, പള്ളിയുടെ കാലുകൾ നീട്ടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ചുമലിൽ അതിന് വേണ്ട സാധന സാമഗ്രികൾ കൊണ്ടുവരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടിയ ഒരു ഈരടികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ലാ ആയിഷ ഇല്ലൽ ആയിഷൽ ആഖിറ, ലാ ആയിഷ ഇല്ലൽ ആയിഷൽ ആഖിറ, വൻസുറുൽ മുഹാജിരീന വൽ അൻസാർ യാ റബ്ബൽ ആലമീൻ, വൻസുറുൽ മുഹാജിരീന വൽ അൻസാർ യാ റബ്ബൽ ആലമീൻ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ആ പള്ളിയുടെ ഭിത്തികൾ നിർമ്മിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പാടിക്കൊടുക്കുകയാണ്, ലാ ആയിഷ ഇല്ലൽ ആയിഷൽ ആഖിറ, ലാ ആയിഷ ഇല്ലൽ ആയിഷൽ ആഖിറ. ഒരു ജീവിതവുമില്ല, യഥാർത്ഥമായ ഒരു ജീവിതമില്ല ആഖിറത്തിന്റെ ജീവിതമല്ലാതെ, യഥാർത്ഥമായ ഒരു ജീവിതവുമില്ല ആഖിറത്തിന്റെ ജീവിതമല്ലാതെ. ദുനിയാവിന്റെ ഈ ജീവിതം ഇത് വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. യഥാർത്ഥമായ ജീവിതം ഇത് ആഖിറത്തിന്റെ ജീവിതമാണ്. ലാ ആയിഷ ഇല്ലൽ ആയിഷൽ ആഖിറ, വൻസുറുൽ മുഹാജിരീന വൽ അൻസാർ യാ റബ്ബൽ ആലമീൻ. മുഹാജിറുകളും അൻസാറുകളുമായ എന്റെ സഹാബാക്കളെ നീ സഹായിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്
ചാടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മസ്ജിദ് നബവി ഒന്ന് കെട്ടിപ്പടുക്കുകയാണ്. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ആ മസ്ജിദ് നബവിയിലാണ് പിന്നീടുള്ള 10 വർഷക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ആ ജീവിതമാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. ആ ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മസ്ജിദ് നബവിയിലേക്ക് നമ്മളൊന്ന് കടന്നു പോകും. മസ്ജിദ് നബവിയിലേക്ക് ഒന്ന് കടന്നു പോകും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ മുമ്പിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്തും സലാമും അർപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച ത്യാഗം എത്ര വലുതായിരുന്നു. എത്ര വലുതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച ത്യാഗം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുമ്പോൾ സൗദി അറേബ്യയിലെ ഉലമാക്കൾ പറയും മരിച്ചുപോയ ഒരു വ്യക്തിക്ക് സലാം പറയുന്നത് പോലെ അല്ല നിങ്ങൾ റസൂലുള്ളാഹിക്ക് സലാം പറയേണ്ടത്. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുമ്പോൾ 3 വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരണം. 3 വികാരങ്ങൾ. ഒന്നാമത്തെ വികാരം, എൻ്റെ ഹബീബിനോടൊപ്പം എനിക്ക് ജീവിക്കാൻ വേണ്ടി സാധിച്ചില്ലല്ലോ. എൻ്റെ ഹബീബിനോടൊപ്പം എനിക്ക് ജീവിക്കാൻ വേണ്ടി സാധിച്ചില്ലല്ലോ. അഥവാ എൻ്റെ ഹബീബിനോടൊപ്പം ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സഹാബിയാകുമായിരുന്നു. എനിക്കതിനുള്ള സൗഭാഗ്യം കിട്ടിയില്ല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായിരുന്നുവെങ്കിൽ റളിയല്ലാഹു അൻഹും റളു അൻഹു എന്ന് പറഞ്ഞ അള്ളാഹു ഉദ്ദേശിച്ച ഏറ്റവും ഉയർന്ന ഈ ഉമ്മത്തികളുടെ ആളുകളിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബാക്കൾക്ക് ഉയർന്ന ദർജ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഒന്നാമത്തെ വികാരമാണ്. തങ്ങൾക്ക് സലാം പറയുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ വികാരം. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ മുഹ്യി സുന്ന എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട സുന്നത്തിന്റെ ജീവിപ്പിക്കുന്ന ഉദാഹരണമെന്ന് ചരിത്രം വിളിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയും, നിങ്ങൾ എങ്ങനെയാണ് റസൂലുള്ളാഹിക്ക് സലാം പറയേണ്ടത്? മരിച്ചു കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെയാണ് സലാം പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയേണ്ട ഏറ്റവും നല്ല വാക്ക് തങ്ങൾ പഠിപ്പിച്ച സലാമിന്റെ വാക്കുകളാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിനേന അത്തഹിയാത്തിൽ പറയുന്ന ഈ സലാമിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ പറയേണ്ട സലാം. പക്ഷേ ഈ സലാം മരിച്ചു പോയ ഒരാൾക്കുള്ള സലാമല്ല. പിന്നെ എങ്ങനെ പ്രകാരമുള്ള സലാമാണ്? 3 വികാരങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. 3 വികാരങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം എനിക്ക് ലോകത്ത് ജീവിക്കാൻ വേണ്ടി സാധിച്ചില്ല. അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ എനിക്ക് ആഖിറത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം കഴിഞ്ഞുകൂടണം. രണ്ടാമത്തെ വികാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി സാധിച്ചില്ല എങ്കിലും മരണശേഷം തങ്ങളുടെ റൗദയിൽ വന്ന് തങ്ങൾക്ക് സലാം പറയാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്ക് നൽകി. അല്ലെ, എത്രയോ ആളുകൾ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയോ മുസൽമാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ആളുകൾ അള്ളാഹു തെരഞ്ഞെടുക്കുന്നു, മദീനയിലേക്ക് കൊണ്ടുപോകുന്നു. റസൂലുള്ളാഹിന്റെ റൗദയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തങ്ങൾക്ക് സലാം പറയാനുള്ള സൗഭാഗ്യം അള്ളാഹു എനിക്ക് നൽകി. അള്ളാഹുവേ, ഇത് കാരണമായി പ്രത്യേകമായ ഷഫാഅത്തിന് നീ എന്നെ കാരണമാക്കി തീർക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകമായ ഷഫാഅത്ത് നൽകുന്ന വിഭാഗങ്ങളെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹിന്റെ പ്രത്യേകമായ ഷഫാഅത്ത് കൊതിക്കണം. രണ്ടാമത്തെ വികാരമാണ്. മൂന്നാമത്തെ വികാരം, ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സാധിച്ചില്ല എങ്കിലും ആഖിറത്തിൽ വെച്ച് തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടണം. ആഖിറത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നീ എനിക്ക് നൽകണം. ഈ ഒരു വികാരത്തോടു കൂടിയായിരിക്കണം റസൂലുള്ളാഹിക്ക് സലാം പറയണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴെങ്കിലും റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴെങ്കിലും ഒന്ന് സ്വപ്നത്തിലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞുപോയ മഹാന്മാർ, കഴിഞ്ഞുപോയ തലമുറയുടെ മഹാന്മാരായ മുഴുവൻ ആളുകളും അവരുടെ ദുആയിരുന്നു, അല്ലാഹു എനിക്ക് റസൂലുള്ളാഹിനെ സ്വപ്നത്തിലൂടെ ഒന്ന് കാണിച്ചു തരണം, സ്വപ്നത്തിൽ ഞങ്ങൾക്ക് നീ മഹ്റൂമാക്കരുത് ഞങ്ങളുടെ ഹബീബിനെ എന്നവർ ദുആ ചെയ്യുമായിരുന്നു. ഇന്ന് ഉലമാക്കൾ പറയുന്ന വാക്കുകളുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് സ്വപ്നത്തിൽ പോലും ഈ ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്റൂമായി പോയത്? ഈ ഉമ്മത്തിന് പോലും എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉമ്മത്തിന് പോലും സ്വപ്നത്തിൽ പോലും മഹ്റൂമായി പോയത്? നമ്മൾ ആലോചിച്ച് നോക്കുവാൻ എന്തുകൊണ്ട് റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്നില്ല? ഒന്ന് ആലോചിച്ച് നോക്കണം. ഉലമാക്കൾ എഴുതി വെച്ചു എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ പോലും ഇന്ന് കാണാൻ വേണ്ടി സാധിക്കാത്തത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് റസൂലുള്ളാഹി വരാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി റസൂലുള്ളാഹിനെ കൊണ്ടുപോകാൻ തയ്യാറുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? നമ്മളെ വീട്ടിലേക്ക് റസൂലുള്ളാഹി കടക്കുന്നതിന് മുമ്പ് പറയേണ്ടി വരും, തങ്ങളെ കടക്കല്ലേ, എൻ്റെ വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ പുറത്തിട്ടാൽ മാത്രമേ തങ്ങളൊന്ന് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ വീട്ടിലെ ഈ പൊതുപോലെ റസൂലുള്ളാഹി സ്വപ്നത്തിൽ പോലും വരാത്ത രൂപത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ പോലും വരാൻ സാധിക്കാത്ത രൂപത്തിൽ ഇന്ന് നമ്മൾ വീടുകളെ നമ്മൾ ഹറാമാക്കി കളഞ്ഞിരിക്കുകയാണ്. ആ വീട്ടിലേക്ക് വരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ പോലും ഈ ഉമ്മത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്റൂമായി പോയത്. റസൂലുള്ളാഹി വരാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി നമ്മുടെ വീടുകളിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമോ? ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കേണ്ടതാണ്. സന്തോഷത്തോടു കൂടി എൻ്റെ ഹബീബിനെ ഒരു രാത്രിയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കുമോ? സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കും.
റസൂലുള്ളാഹി മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാണ്. മസ്ജിദ് നബവിയിലേക്ക് തന്റെ വീട്ടിൽ നിന്നും തന്റെ ഹുജറയിൽ നിന്നും തന്റെ മുറിയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് കടന്നു വരികയാണ്. ഒരു സഹാബി മസ്ജിദ് നബവിയിൽ കാണുന്നുണ്ട്. വല്ലാത്ത ദുഃഖത്തോടു കൂടിയാണ് ആ സഹാബിയെ കാണുന്നത്. വല്ലാത്ത ദുഃഖത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിന്റെ മുഖത്ത് വല്ലാത്ത പ്രയാസം കാണുന്നുണ്ടല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രയാസം കാണുന്നുണ്ടല്ലോ, എന്താണ് ഈ പ്രയാസത്തിന്റെ കാരണം? ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, എനിക്കൊരു ദുഃഖം മാത്രമേ ഉള്ളൂ, എനിക്ക് ജീവിതത്തിൽ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഞാൻ തങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും വരും, മസ്ജിദ് നബവിയിലേക്ക് വരും, സന്തോഷപൂർവ്വം തങ്ങളുടെ മുഖം കാണും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും. എനിക്കൊരു ദുഃഖം മാത്രമേ ഉള്ളൂ, ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. എന്താണ് ദുഃഖം? എനിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഖിറത്തിൽ വെച്ച്, സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ വേണ്ടി സാധിക്കുമോ? എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ വേണ്ടി സാധിക്കുമോ? ദിവസവും റസൂലുള്ളാഹിനെ കാണുന്ന ഒരു സഹാബിയുടെ ചിന്തയാണ്. ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ മുഖം നോക്കുന്ന ഒരു സഹാബിയുടെ ആഗ്രഹമാണ്, അഭിലാഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹാബി ചോദിക്കുന്ന ചോദ്യം ആകാശലോകത്ത് അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒന്ന് കഴിഞ്ഞു കൂടണം. പക്ഷെ അല്ലാഹു ആകാശലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ അതേ മജ്ലിസിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ആ സഹാബിയുടെ മുമ്പിലേക്ക് ഓതി കൊടുക്കുന്ന ആയത്താണ് فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. എന്താ ആ സഹാബിയുടെ ചോദ്യത്തിന് അള്ളാഹു ഉത്തരമയക്കാണ്. ആ സഹാബിക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾക്ക് അയച്ച സന്തോഷ വാർത്തയാണ്. നിങ്ങൾ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗ്ഗത്തിൽ ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രണ്ട് കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹിനോടൊപ്പം ഉയർന്ന അവസ്ഥയിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ആ സഹാബിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരാശിക്കുള്ള ഉത്തരമാണ്. ആ സഹാബിയോട് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, ആരല്ലാഹുവിനെയും അവന്റെ കൽപ്പനകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിക്കുന്നു, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫൗലൈക, അങ്ങനെയുള്ള ആളുകൾ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹുവിന്റെ തൃപ്തിയോടുകൂടി ഈ ഭാഗം ആളുകളോടൊപ്പമായിരിക്കും. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നബിമാരുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് എത്തണോ? സാലിഹീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് എത്തണോ? അല്ല ശുഹദാക്കളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് എത്തണോ? സിദ്ദീഖീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് എത്തണോ? ഒരൊറ്റൊരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് കഴിഞ്ഞാൽ, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, ഇവരാണ് നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാർ. ഏറ്റവും നല്ല കൂട്ടുകാർ സ്വർഗ്ഗത്തിലെ നബിമാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിന്റെ ഉയർന്ന അവസ്ഥകളെത്താനുള്ള തൗഫീഖ് ഭാഗ്യവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹാബി ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദ്യം. അല്ലാഹു, നീ എന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണം. ഇത് മാത്രമേ ചോദിച്ചാൽ പോരാ, മുസ്ലിമായി മരിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തേണ്ട ചോദ്യമാണല്ലേ. യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം, പരമ്പരകളിലൂടെ പ്രവാചകത്വം നിലനിർത്തി കൊടുത്ത ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന്റെ മരണസമയം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മരണസമയം അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി, തന്റെ ബന്ധുക്കളെയും തന്റെ അനുയായികളെയും വിളിച്ചുകൂട്ടി കൊട്ടാരത്തിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണ് സഹോദരന്മാരെ? അല്ലെ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്ത ദുആണ് തവഫനി മുസ്ലിമൻ, അല്ലാഹു നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. ആരാ ചെയ്ത ദുആ? യൂസുഫ് നബി അലൈഹി സ്വലാം. ആരാണ് സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി സ്വലാം? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹി സ്വലാം പ്രവാചകനാണ്.
യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പിതാവ് ഇസ്ഹാഖ് അലൈഹി സ്വലാം പ്രവാചകനാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രവാചകനാണ്. അള്ളാഹുവിന്റെ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ പുത്രൻ യാക്കൂബ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പുത്രൻ യൂസുഫ് നബി അലൈഹി സ്വലാം. മരണസമയത്ത് അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം എന്താണ്? അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം എന്താണ്? അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അള്ളാഹു നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം, എന്നെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളെപ്പോഴെങ്കിലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി ചോദിച്ചിട്ടുണ്ടോ? അള്ളാഹു നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണമെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മളോടൊന്ന് ചോദിച്ചു നോക്കേണ്ട ചോദ്യമാണ്. ഞാൻ എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ തവഫനി മുസ്ലിമൻ, അള്ളാഹു നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം? നമ്മുടെ വിചാരം എന്താണ്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വ്യക്തിയാണ്, നിസ്കരിക്കുന്ന ആളാണ്, ഹജ്ജ് ചെയ്ത ആളാണ്, ഞാൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ല ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ട രൂപത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യ്, അല്ലാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ നിങ്ങൾ ഭയപ്പെട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. സത്യവിശ്വാസികളെ മുഅ്മിനുകളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ ആയത്തിറങ്ങിയപ്പോൾ ഏറ്റവും കരഞ്ഞ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് കണ്ണുനീർ വന്നു. സഹാബാക്കൾ ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട്, തങ്ങൾ എന്തിനാണ് ഇപ്രകാരം കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ താക്കീതാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ സത്യവിശ്വാസി മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. സത്യവിശ്വാസികളായി ആളുകൾ പോകും, മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകും. സത്യവിശ്വാസികളായ ആളുകൾ പോലും മുസ്ലിം അല്ലാത്ത രൂപത്തിൽ മരണപ്പെട്ടു പോകുമെന്നുള്ള വലിയൊരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹാബാക്കളോട് പറയുകയുണ്ടായി. മദീനയുടെ ഗുണപാഠം നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ആ മസ്ജിദ് നബവിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഗുണപാഠങ്ങൾ എത്ര വലിയ ഗുണപാഠങ്ങളാണ് സഹോദരന്മാരെ. നിങ്ങൾ സലാം പറയാൻ വേണ്ടി മസ്ജിദ് നബവിയിൽ ഒന്ന് നിൽക്കും. മസ്ജിദ് നബവിക്ക് 41 വാതിലുകളാണുള്ളത്. 41 വാതിലുകൾ, അതിൽ 8 വാതിലുകൾ പഴയ വാതിലുകളാണ്, ബാക്കിയെല്ലാം പുതിയ വാതിലുകളാണ്. ആദ്യത്തെ വാതിൽ ബാബു സലാം, രണ്ടാമത്തെ വാതിൽ ബാബു സിദ്ദീഖ്, മൂന്നാമത്തെ വാതിൽ ബാബു റഹ്മ, നാലാമത്തെ വാതിൽ ബാബുൽ ഹിജ്റ, അഞ്ചാമത്തെ വാതിൽ ബാബുൽ ഖുബ. അങ്ങനെ 5 വാതിലുകൾ ഈ സൈഡാണ്, 5 വാതിലുകൾ അപ്പുറത്തെ സൈഡുമാണ് പഴയ വാതിലുകൾ. എല്ലാം ഓർമ്മിക്കണം ഇൻഷാ അല്ലാഹ്. മസ്ജിദ് നബവിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓർമ്മിക്കണം. ഒന്നാമത്തെ വാതിൽ ബാബു സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി പോകുന്ന വാതിൽ. രണ്ടാമത്തെ വാതിൽ ബാബു സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ പേരിൽ അറിയപ്പെടുന്ന വാതിൽ. മൂന്നാമത്തെ വാതിൽ ബാബുർ റഹ്മ, നാലാമത്തെ വാതിൽ ബാബുൽ ഹിജ്റ, അഞ്ചാമത്തെ വാതിൽ ബാബു ഖുബ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലുള്ള വാതിലുകളാണ് 41ാമത്തെ വാതിൽ. ഒന്നാമത്തെ നേരെ കഴിഞ്ഞാൽ 41ലേക്ക് കൂടി പുറത്തിറങ്ങും. ബാബുൽ ബഖീ 41ാമത്തെ വാതിൽ, ബാബുൽ ജിബ്രീൽ 40ാമത്തെ വാതിൽ, ബാബുൽ നിസാ 39ാമത്തെ വാതിൽ, ബാബുൽ ബിലാൽ 38ാമത്തെ വാതിൽ, ബാബുൽ മക്ക 37ാമത്തെ വാതിൽ. ഇതാണ് പഴയ മസ്ജിദ് നബിയുടെ പഴയ വാതിലുകൾ. ഈ വാതിലുകളുടെ ചരിത്രം, മസ്ജിദ് നബിയുടെ കുന്തങ്ങളുടെ ചരിത്രം, അതിന്റെ തൂണുകളുടെ ചരിത്രം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് മസ്ജിദ് നബിയിലേക്ക് പോകേണ്ടത്. എത്രയോ തവണ ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പറന്നിറങ്ങിയ ഇടമാണ് മസ്ജിദ് നബിയുടെ ആ പരിസരങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ആ മസ്ജിദ് നബിയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ച ഗുണപാഠങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കണം. എത്രയോ വിഷമത്തിന്റെ ഘട്ടങ്ങൾ വന്നു. ആ ഘട്ടങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് നൽകിയ എത്ര വലിയ ശാന്തമായ വാക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. ആലോചിച്ച് നോക്കണം എന്റെ പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ. ഒരു തവണ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല മസ്ജിദിന്റെ വെളിയിലേക്ക് വരികയാണ്, അല്ല തന്റെ വീട്ടിൽ നിന്ന് മസ്ജിദ് നബിയുടെ പരിസരത്തേക്ക് വരികയാണ്. ഉച്ചനേരം നമസ്കാരത്തിന്റെ സമയമല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല വെളിയിലേക്ക് വന്നു. ആ സമയം അബൂബക്കർ റളിയല്ലാഹു തആല വന്നു. ആ സമയം അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുൽ മുർസലീൻ ഖാതിമുൻ നബിയീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വെളിയിലേക്ക് വന്നു. 3 ആളുകളും മസ്ജിദ് നബിയുടെ പരിസരത്ത് നിന്ന് കണ്ടുമുട്ടുകയാണ്. ആ ചരിത്രം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 3 ആളുകളും പരസ്പരം കണ്ടുമുട്ടുകയാണ്. 3 ആളുകളും പരസ്പരം ചോദിച്ചു പോയി, ഈ ആ സമയത്ത് എന്താണ്, ഈ നേരത്തെ നിങ്ങൾ എന്താണ്, ഈ ആ സമയത്ത് എന്താണ്? 3 ആളുകളും പറഞ്ഞ വാക്കുകൾ എന്താണ്? വിശപ്പ് കൊണ്ട് വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുടെ കൈ പിടിച്ചുകൊണ്ട് ആ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല വീട്ടിലേക്ക് പോയി.
അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ആ മഹാത്മാക്കൾ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി. എന്നിട്ട് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആലയുടെ പക്കലേക്ക് ആളെ പറഞ്ഞയച്ചു. 3 അതിഥികൾ നമുക്ക് വന്നിട്ടുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ ഹബീബിന്റെ സന്തത സഹചാരികളായ അബൂബക്കറും ഉമറും റളിയല്ലാഹു തആല അൻഹുമ. ആ മഹദി സന്തോഷിച്ചു. നമ്മളെ കൂടെ 2023 ഹജ്ജ് വരുന്ന യാത്രക്കാരാണ്. അവർ ഇന്ന് ദുബൈക്ക് പോവുകയാണ്. അള്ളാഹു അവരെ ഹജ്ജിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരും ഹജ്ജിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ തരത്തിലുള്ള പ്രതിഫലവും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആലയുടെ ഭാര്യ അവരെ സ്വീകരിച്ചു, ആ മഹാത്മാക്കളെ സ്വീകരിച്ചു. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് ആളയച്ചു, അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ആളയച്ചു. അദ്ദേഹം ഒരു കുല ഈത്തപ്പായവുമായി വന്നു. 3 തരത്തിലുള്ള ഈത്തപ്പായമായിട്ടാണ് വന്നത്. കൊഴുത്ത ഈത്തപ്പായം, ഇളമ്പഴുത്ത ഈത്തപ്പായം, പച്ച ഈത്തപ്പായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂ അയ്യൂബ് ഇതെന്തിനാണ് എല്ലാം കൊണ്ടുവന്നത്? ആ സഹാബി പറഞ്ഞ വാക്കെന്താണ്? അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ളത് കഴിക്കാൻ വേണ്ടിയാണ്. പഴുത്തത് വേണോ പഴുത്തത് കഴിക്ക്, ഇളമ്പഴുത്തത് വേണോ അത് കഴിക്ക്, പച്ചത് വേണോ പച്ചത് കഴിക്ക്, ഇതിനു വേണ്ടിയാണ് എല്ലാം കൊണ്ടുവന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കെ ഒരു ആടിനെ അറുത്തു കറി വെച്ചു. അൽഹംദുലില്ലാഹ് അല്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഇരുലോകങ്ങളുടെയും ചക്രവർത്തി, ലോകത്തിന്റെ മുഴുവൻ നേതാവ്, മുഴുവൻ നബിമാരുടെയും നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിശപ്പ് സഹിക്കാതെ മദീനയുടെ മണ്ണിലാണ്. അല്പനേരത്തെ ഭക്ഷണം കഴിച്ചൊന്ന് വിശ്രമിച്ചു. അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ച് എണീക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് തകാസുറിൽ അവസാനത്തെ ഒരു ആയത്ത് ഓതുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സൂറത്ത് തകാസുറിൽ അവസാനത്തെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഒന്ന് ഓതുകയാണ്. വിശപ്പ് മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? തുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, തുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, തുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഈ ലഭിച്ചിരിക്കുന്ന നിയമത്തുകളെ കുറിച്ച് ആകാശലോകത്ത് അന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. ഏത് നിയമത്തിനെയാണ്? വിശപ്പിന്റെ സമയത്ത് കഴിച്ച ഒരു നേരത്തെ ഭക്ഷണത്തിനെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അറിയിച്ച ആയത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വിശപ്പ് മാറിയപ്പോൾ തുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, അന്നേ ദിവസം ഈ നിഅമത്തുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല സഹിക്കാൻ സാധിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലെ തങ്ങൾ ചോദിക്കാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലെ എന്ത് നിഅമത്തുകളെ കുറിച്ചാണ് അല്ലാഹു ചോദിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്? അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ വിഭവങ്ങളും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വഴിയാത്രക്കാരനെ പോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മദീനയിലേക്ക് വന്നു. മദീനയിൽ പട്ടിണി സഹിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ലഭിച്ച ഈ ഭക്ഷണത്തിനെ കുറിച്ചാണോ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്? ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു പോയി. മക്കയിൽ നിന്ന് വന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത രൂപത്തിൽ മദീനയുടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനും ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയതിന്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. ഈ അനുഗ്രഹം മാത്രമല്ല, ദാഹിക്കുന്ന സമയത്ത് കുടിച്ച പച്ച വെള്ളത്തെ കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് മാത്രമല്ല വെയിൽ കൊള്ളുമ്പോഴുള്ള തണലിനെ കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. എന്തൊരു വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പട്ടിണി എന്താണെന്ന് അറിയില്ല, ദാരിദ്ര്യം എന്താണെന്ന് അറിയില്ല, വിഷമം എന്താണെന്ന് അറിയില്ല, വിശപ്പ് എന്താണെന്ന് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അനുഭവിച്ച മണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച വിഷമം എത്ര വലിയ വിഷമമായിരിക്കും സഹോദരന്മാരെ, എത്ര വലിയ വിഷമമായിരിക്കും. ആ വിഷമത്തിന്റെ മണ്ണിലേക്കാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് മദീനയുടെ ചരിത്രം ഒരിക്കലും വിസ്മരിക്കാൻ പാടുള്ളതല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഏകദേശം 10 മണി മുതൽ 12 മണി വരെയാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ് അവസാനമായി മദീനയുടെ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ മദീനയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 അമലുകൾ: 1, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയും. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദ് നബവിയിൽ നാം നമസ്കരിക്കും. 1000 നമസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. 3-മത്തേത് മസ്ജിദ്
ഖുബയിൽ പോയി നമ്മൾ നമസ്കരിക്കും. ഒരു ഉംറയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നാലാമത്തേത് ജന്നത്തുൽ ബഖീയിൽ പോയി നമ്മൾ സലാം പറയും. അഞ്ചാമത്തേത് ഉഹദ് ശുഹദാക്കൾക്ക് നമ്മൾ സലാം പറയും. ഉഹദ് ശുഹദാക്കൾക്ക് നമ്മൾ സലാം പറയും. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഉഹദ് ശുഹദാക്കൾക്ക് സലാം പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരായ സഹാബാക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരായ സഹാബാക്കൾ 70 പേരാണ് ഉഹദിൽ രക്തസാക്ഷികളായി കിടക്കുന്നത്. മുൻഭാഗത്ത് കാണുന്ന രണ്ട് ഖബർ അതിൽ 3 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് സയ്യിദ് ശുഹദാ ഹംസ റളിയല്ലാഹു തആല അൻഹു, രണ്ട് അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു, മൂന്നാമത്തേത് ഇസ്ലാമിക ചരിത്രത്തിൽ ഉഹദ് രംഗത്ത് ഇസ്ലാമിന്റെ പതാകയേന്ത്യ ആദ്യമായി മദീനയിലേക്ക് കടന്നു വന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഈ 3 സഹാബാക്കളാണ് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ഈ 3 സഹാബാക്കളുടെ ഖബറുകളാണ് ഉഹദ് യുദ്ധത്തിൽ നമുക്ക് ഏറ്റവും മുമ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ ശേഷം 67 ആളുകളുടെ ഖബറുകൾ ഒന്നിച്ച് കാണാൻ വേണ്ടി സാധിക്കും. പ്രഗത്ഭരായ സഹാബാക്കളാണ് അവർ. ഓരോ ആളുകളുടെയും ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. ഉഹദിലേക്ക് സലാം പറയുമ്പോൾ, ഉഹദിൽ പോയി സലാം പറയുമ്പോൾ, ഉഹദിൽ രക്തസാക്ഷികളായ 70 സഹാബാക്കളുടെ ചരിത്രം, ഉഹദിൽ രക്തസാക്ഷികളായ 70 സഹാബാക്കളുടെ ചരിത്രം നമ്മളൊന്ന് പഠിക്കണം. ആരെല്ലാമായിരുന്നത്? സയ്യിദ് ശുഹദാ ഹംസ റളിയല്ലാഹു തആല അൻഹു, അല്ലെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു, അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു നദർ റളിയല്ലാഹു തആല അൻഹു, റബീഅ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ പ്രഗത്ഭരായ സഹാബാക്കളാണ് രക്തസാക്ഷികളായി പോയത്. ഹംസ റളിയല്ലാഹു തആല എന്തുകൊണ്ടാണ് സയ്യിദ് ശുഹദായത്? ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ശത്രുപക്ഷത്ത് പങ്കെടുത്ത 5 വ്യക്തിത്വങ്ങൾ അന്ന് ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിരുന്നു. പക്ഷെ പിന്നീട് മുസ്ലിമായി. അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയും. 70ഓളം സഹാബാക്കളുടെ വധത്തിന് അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിന് കാരണമായ 5 സഹാബാക്കൾ. ഒന്ന് അബൂ സുഫിയാൻ, ആ സൈന്യത്തിന്റെ നേതൃത്വം അബൂ സുഫിയാൻ ആയിരുന്നു. ശത്രുക്കളുടെ നേതൃത്വം അബൂ സുഫിയാനായിരുന്നു. ശത്രുക്കളുടെ സൈന്യത്തിന്റെ കമാൻഡർ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ശത്രുക്കളിലെ ഹംസ റളിയല്ലാഹു തആല വധിക്കാൻ വേണ്ടി നിയത്ത് ചെയ്ത വ്യക്തി ഹിന്ദ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഹിന്ദ റളിയല്ലാഹു തആല കൂട്ടിക്കൊണ്ടുവന്ന് ഹംസ റളിയല്ലാഹു തആല വധിച്ച വ്യക്തി അത് വഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ആകുന്നു. ആ വഹ്ഷ് അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടിയ ശത്രുവായിരുന്ന അബൂജഹലിന്റെ പുത്രൻ ഇക്രിമത്ത് ഇബ്നു അബൂജഹൽ റളിയല്ലാഹു തആല അൻഹു. ഈ 5 സഹാബാക്കൾ ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിർപക്ഷത്തായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 5 സഹാബാക്കൾക്കും ഹിദായത്ത് നൽകി. നമുക്ക് അൽഹംദുലില്ലാഹ് ഉഹദിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്? ഉഹദിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രതീക്ഷ സഹാബാക്കളെ വധിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഹംസ റളിയല്ലാഹു തആലയുടെ വധം വഹ്ഷ് റളിയല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. ഹംസ റളിയല്ലാഹു തആലയുടെ വധം എപ്രകാരമായിരുന്നു? വഹ്ഷ് റളിയല്ലാഹു തആല വിവരിക്കുകയാണ്. വഹ്ഷ് റളിയല്ലാഹു തആല വിവരിക്കുകയാണ്, ഞാൻ മക്കയിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഹിന്ദയുടെ അടിമയായിരുന്നു വഹ്ഷ്. അടിമ, ഇന്ന് നമുക്ക് അടിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്? വില കൊടുത്ത് മനുഷ്യനെ വാങ്ങുകയാണ്. യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യമില്ല. എന്ത് കഴിക്കണം ഉടമസ്ഥൻ തീരുമാനിക്കും, എന്ത് ധരിക്കണം ഉടമസ്ഥൻ തീരുമാനിക്കും, എവിടെ നടക്കണം ഉടമസ്ഥൻ തീരുമാനിക്കും. അങ്ങനെയുള്ള ഒരു അടിമയായിരുന്നു വഹ്ഷ് റളിയല്ലാഹു തആല. പക്ഷേ വഹ്ഷ് റളിയല്ലാഹു തആല ഹിന്ദ കൊണ്ടുവരികയാണ്. ഒരേ ഒരു പ്രഖ്യാപനം മാത്രമാണ്, മദീനയിൽ വെച്ച് ഉഹദിൽ വെച്ച് ഹംസ റളിയല്ലാഹു തആല വധിക്കണം. ഇത് മാത്രമായിരുന്നു വഹ്ഷ് റളിയല്ലാഹു തആല ഹിന്ദ കൊടുത്ത ചുമതല. ഇത് മാത്രമായിരുന്നു. വഹ്ഷ് റളിയല്ലാഹു തആല പറയാണ്, ഞാൻ ഉഹദിന്റെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ സ്വതന്ത്രനായി സ്വപ്നം കണ്ടു, ഞാൻ ഹംസ റളിയല്ലാഹു തആല വധിക്കുന്നതായി സ്വപ്നം കണ്ടു. എനിക്ക് ഉറക്കം വന്നില്ല. പിറ്റേ ദിവസം യുദ്ധം ആരംഭിക്കാൻ വേണ്ടി ഞാൻ കാത്തുനിന്നു. പിറ്റേത്തെ പ്രഭാതത്തിൽ യുദ്ധം ആരംഭിച്ചു. എന്റെ നോട്ടം ഒന്നിലേക്ക് മാത്രമായിരുന്നു, ഹംസ റളിയല്ലാഹു തആലയിലേക്ക് മാത്രമായിരുന്നു. ഒരു സിംഹത്തെ പോലെ ഗർജിച്ചു വരുന്ന ഹംസയെ ഞാൻ കണ്ടു. ഉഹദിന്റെ മണ്ണിൽ ശത്രുക്കളെ വെട്ടിവീഴ്ത്തിക്കൊണ്ടുവരുന്ന ഹംസയെ ഞാൻ കണ്ടു റളിയല്ലാഹു തആല അൻഹു. ഞാൻ എന്റെ ചാട്ടുളി ലക്ഷ്യം പിടിച്ചു. ഹംസ റളിയല്ലാഹു തആല പറയാണ്, ഞാൻ എന്റെ ചാട്ടുളി കുന്തം ലക്ഷ്യം പിടിച്ചു. ഹംസ റളിയല്ലാഹു തആലയുടെ നെഞ്ച് നോക്കിക്കൊണ്ട് ഞാൻ എറിഞ്ഞു. ഹംസ റളിയല്ലാഹു തആലയുടെ നെഞ്ചിലേക്ക് തന്നെ അത് പതിച്ചു. ഹംസ റളിയല്ലാഹു തആലയുടെ നെഞ്ചിലേക്ക് തന്നെ പതിച്ചു. അല്ലെ, കുന്തം ഇതിലേക്ക് കൂടി വന്നു, ഇതിലേക്ക് കൂടി ഇറങ്ങി. ഹംസ റളിയല്ലാഹു തആല നോക്കി, ആരാണ് എന്നെ എറിഞ്ഞത്? വഹ്ഷ് റളിയാണ്. എന്നെ ഹംസ കണ്ടു. എന്റെ നേരെ പാഞ്ഞെടുക്കുന്നതിനിടയിൽ ഹംസ റളിയല്ലാഹു തആല ഉഹദിന്റെ മണ്ണിലേക്ക് വീണു. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം എന്താണ്? ഞാനിതാ സ്വതന്ത്രനായിരിക്കുന്നു. ഞാൻ എന്റെ ഉടമസ്ഥയായിരുന്ന ഹിന്ദ റളിയല്ലാഹു തആലയുടെ സമീപത്തേക്ക് പോയി പറഞ്ഞു, ഹംസ റളിയല്ലാഹു തആല ഞാൻ രക്തസാക്ഷിയാക്കിയിരിക്കുന്നു, ഞാൻ വധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഞാൻ ഹിന്ദ റളിയല്ലാഹു തആലയെ കൊടുത്തു. ഹിന്ദ ഇറങ്ങി വന്നു, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വന്നു. ഒരു ഭ്രാന്തിയെ പോലെ, അല്ലെ, ഒരു ഭ്രാന്തി ബാധിച്ച പോലെ വന്നു. അല്ലെ, വാളെടുത്തു. ഹംസ റളിയല്ലാഹു തആല സകലമാന അവയവങ്ങളും ചതിച്ചു. മൂക്ക് ചതിച്ചു, കൈകൾ ചതിച്ചു, കാലുകൾ ചതിച്ചു, കണ്ണു ചൂഴ്ന്നെടുത്തു. അവസാനം നെഞ്ചു പിളർന്ന് കരള് പുറത്തെടുത്തു. എന്നിട്ട് ആ കരളെടുത്ത് ചവച്ച് തുപ്പി. എന്നിട്ട്
ആ രക്തം മുഴുവനും തന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ നൃത്തമാടുകയാണ്. ഈ രംഗം ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ രംഗം, തന്റെ പിതൃവേന്റെ ഈ രംഗം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹിക്കാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട ഇളയപ്പന്മാരിൽ 2 പേരാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഒന്ന് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, 2 അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുമാ. ഈ 2 സഹാബാക്കളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉപ്പയുടെ കുടുംബത്തിൽ നിന്നും അൽഹംദുലില്ലാഹ് ഈ 2 സഹാബാക്കളാണ് ഉപ്പയുടെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചത്. ആ ഒരു സഹാബിയാണ് ഉഹുദിന്റെ മണ്ണത്തിൽ രക്തസാക്ഷിയായിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു രക്തമെടുത്തുകൊണ്ട് ഹിന്ദ തന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്രകാരം സഹിക്കും സഹോദരന്മാരെ, എപ്രകാരം സഹിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് മദീനയിലേക്ക് മസ്ജിദ് നബവിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഓരോ വീടുകളിൽ നിന്നും നിലവിളി കേൾക്കുന്നുണ്ട്. മദീനയുടെ ഓരോ വീടുകളിൽ നിന്നും ഓരോ തെരുവുകളിൽ നിന്നും നിലവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിക്കപ്പെട്ട ആളുകളെ കൊണ്ട്, രക്തസാക്ഷികളായ ആളുകളെ കൊണ്ട് അവരുടെ വീടുകളിൽ നിന്ന് നിലവിളികളിൽ നിന്ന് ഉയർന്നു കേൾക്കുകയാണ്. മസ്ജിദ് നബിയുടെ പരിസരത്തേക്ക് എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മസ്ജിദ് നബിയുടെ പരിസരത്തേക്ക് എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീനയിൽ രക്തസാക്ഷികളായ ആളുകൾ, മദീനയിൽ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾക്ക് കരയാൻ വേണ്ടി അവരുടെ സ്ത്രീകളുണ്ട്, പക്ഷേ എന്റെ ഹംസക്ക് വേണ്ടി കരയാൻ ആരുമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഹംസക്ക് വേണ്ടി കരയാൻ ആരുമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദന കടിച്ചെറുക്കാൻ വേണ്ടി സാധിച്ചില്ല. സഹാബാക്കളായ മഹാന്മാർ ഞങ്ങളുടെ ജീവനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഹബീബിനെ സ്നേഹിക്കുന്നുവെന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിച്ച സഹാബാക്കളായ മഹാന്മാർ തങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയി അവരോട് പറഞ്ഞു, നിങ്ങൾ കരയേണ്ടത് നിങ്ങളുടെ ബന്ധുക്കളുടെ പേരിലല്ല, നിങ്ങൾ കരയേണ്ടത് ഹംസ റളിയല്ലാഹു തആലയുടെ മരണത്തിന്റെ പേരിലാണ്. ഹംസ റളിയല്ലാഹു തആലയുടെ മരണത്തിന്റെ പേരിൽ നിങ്ങൾ കരയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കണം. ആ സ്ത്രീകൾ മുഴുവൻ മസ്ജിദ് നബിയുടെ പരിസരത്തേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ച ആളുകളുടെ പേരിലല്ല ഞങ്ങൾ കരയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ആളെപ്പ ഹംസ റളിയല്ലാഹു തആല മരിച്ചതിന്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മുതൽ നിയമമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും മരിച്ചതിന്റെ പേരിൽ സ്ത്രീകൾ കരയാൻ പാടില്ല. അന്ന് മുതലാണ് ഇസ്ലാമിൽ ആ നിയമം നടപ്പാക്കുന്നത്. ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, എത്രമാത്രം വേദന നിറഞ്ഞ ദിവസമായിരിക്കും ആ മദീനയുടെ ദിവസം. വേദനയുടെ കാരണക്കാരനായ വഹ്ശ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം നമ്മൾ ആലോചിച്ച് നോക്കണം. വഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് 1-2 വട്ടം വന്നു. അവസാനം മടങ്ങിപ്പോയി. അവസാനം വഹ്ശ് റളിയല്ലാഹു തആല അൻഹു പ്രതീക്ഷയോട് കൂടി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ആകാശലോകത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഈ ആയത്ത് വഹ്ശിന് കേൾപ്പിച്ചു കൊടുക്കണം. അവൻ തിരിച്ചു പോകാൻ പാടില്ല. ഏതാണ് ആയത്ത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്ത ആയത്താണ്. നമുക്ക് ആ ആയത്തിന്റെ പ്രതീക്ഷ അല്ലാഹു നൽകുമാറാകട്ടെ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു തആല വധിച്ച വ്യക്തിയാണ് വഹ്ശെങ്കിലും, ഹംസ റളിയല്ലാഹു തആലയുടെ കൊലക്ക് കാരണക്കാരനായ വ്യക്തിയാണ് വഹ്ശെങ്കിലും തങ്ങൾ ഓതിക്കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത്. ഹംസ റളിയല്ലാഹു തആല വധിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്ശ് റളിയല്ലാഹു തആലയെ ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. നബിയെ പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്ത എന്റെ അടിമകളോട് തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുത്. ഒരു സഹാബിയെ വധിച്ചു എന്നതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾ ഒരിക്കലും തന്നെ ഒഴിവാക്കുകയില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എന്തുകൊണ്ടാണ്? ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും. എന്തുകൊണ്ടാണ്? ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു
ഹുവൽ ഗഫൂറുർ റഹീം. അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അവൻ കാരുണ്യവാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയാവുന്ന ഒരു വാക്കുണ്ട്, സാധാരണഗതിയിൽ പറയുന്ന ഒരു വാക്കുണ്ട്. ഹാജിമാർക്കുള്ള സന്തോഷ വാർത്തയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകാം, യൗവനത്തിൽ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകാം, രാത്രിയുടെ മറകളിൽ നമ്മൾ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകാം, ഒരുപക്ഷെ പകലിന്റെ വെളിച്ചത്തിൽ തെറ്റുകൾ ചെയ്തു പോകാം, ഒരുപക്ഷെ ആളുകളോട് വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകാം. പക്ഷേ ഈ തെറ്റുകൾ മുഴുവനും ഹജ്ജിന്റെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാപ്പാക്കി തരും. ഹജ്ജിന്റെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾ മുഴുവൻ നിങ്ങൾക്ക് മാപ്പാക്കി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. തങ്ങൾ ഹജ്ജിന്റെ ദിവസം തങ്ങൾ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിന്റെ പേരാണ് ഹജ്ജത്തുൽ വിദാ. ആ ഹജ്ജിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വൈകുന്നേരം സന്തോഷത്തോട് കൂടി ചിരിക്കുകയാണ്. അടപ്പല്ലുകൾ കാണുന്ന രൂപത്തിൽ റസൂലുള്ളാഹി ചിരിച്ചു സഹാബാക്കൾ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇത്രയും സന്തോഷം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജിന് വേണ്ടി വന്ന മുഴുവൻ ആളുകളുടെ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. മുഴുവൻ പാപങ്ങളും ഒരു മനുഷ്യനെ ദീർഘമായ കാലം ഇബ്ലീസ് പാപങ്ങളിൽ അകപ്പെടുത്തി 60 വർഷം 70 വർഷം 80 വർഷം തെറ്റുകൾ ചെയ്തു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ നോട്ടം നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ നോട്ടം നോക്കി കൈപിടിച്ചു ലബ്ബൈക പറഞ്ഞുകൊണ്ട് മക്കയിൽ അറഫയുടെ മണ്ണിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിലേക്ക് ഒന്ന് കൈ ഉയർത്തി സകലമായ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തന്നു. ഹാജിമാർക്കുള്ള പ്രതീക്ഷയാണ് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ, ആരും കാണാതെ ചെയ്തു പോയ തെറ്റുകൾ, ആരും അറിയാത്ത തെറ്റുകൾ, രാത്രിയുടെ യാമങ്ങളിൽ ചെയ്ത തെറ്റുകൾ ഹജ്ജിന്റെ മണ്ണിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ചിരിച്ചത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ എനിക്ക് കാണിച്ചു തന്നു. അവൻ നഗ്നനായി നിന്ദ്യനായി മെലിഞ്ഞവനായി മണ്ണ് വാരിയിട്ട് കൊണ്ട് എറിയുന്ന രംഗമാണ് ഞാൻ കണ്ടത്. ഇത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചു പോയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നഗ്നനായി മണ്ണ് തലയിൽ വാരിയിട്ടുകൊണ്ട് മെലിഞ്ഞവനായി ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീണ്ട കാലം തെറ്റിൽപ്പെടുത്തിയ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ട്. ഓരോ ഹാജിക്കും പ്രതീക്ഷയുടെ വാക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി വന്നു പാപങ്ങളുമായിട്ടാണ് വന്നത്, തെറ്റുകളുമായിട്ടാണ് വന്നത്. ആ മനുഷ്യന്റെ തെറ്റ് എത്രമാത്രം തെറ്റുകളാണ്! ഈ ലോകത്തിലെ മണൽത്തരികൾക്ക് സമാനം തെറ്റുകൾ ചെയ്തു. ആകാശത്ത് ഇറ്റുവീഴുന്ന മഴത്തുള്ളികൾക്ക് സമാനം തെറ്റ് ചെയ്തു. ഈ ലോകത്തിലെ വൃക്ഷങ്ങളിൽ കാണുന്ന ഇലകൾക്ക് സമാനം തെറ്റ് ചെയ്തു. ഈ ലോകത്തിലെ സമുദ്രങ്ങളിലെ തിരമാലകൾക്കും നുരകൾക്കും സമാനമായ തെറ്റൊരു മനുഷ്യൻ ചെയ്തു. എത്ര തെറ്റുകളാണ്! ഈ ലോകത്ത് കാണുന്ന മണൽത്തരികൾക്ക് സമാനമാണെങ്കിലും ശരി, ആകാശത്ത് മിറ്റുവീഴുന്ന മഴത്തുള്ളികൾക്ക് സമാനമാണെങ്കിലും ശരി, ഈ ലോകത്തിലെ വൃക്ഷങ്ങളിൽ കാണുന്ന ഇലകൾക്ക് സമാനമാണെങ്കിലും ശരി, ഈ ലോകത്തിലെ സമുദ്രങ്ങളിൽ കാണുന്ന തിരമാലകൾക്കും നുരകൾക്കും സമാനമാണ് ഒരു ഹാജിയുടെ തെറ്റെങ്കിൽ ശരി, ആ തെറ്റുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. ഹജ്ജോട് കൂടി മാപ്പാക്കി കൊടുക്കുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തെറ്റുകൾ മാപ്പാക്കി തരാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഹജ്ജിന്റെ യാത്ര. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് മദീനയുടെ യാത്ര. മദീനയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾക്ക് കണ്ടുമുട്ടുമെങ്കിൽ ഇൻഷാ അല്ലാഹ് മദീനയുടെ ബാക്കി, മക്കയുടെ ചരിത്രം, ഹജ്ജിന്റെ കർമ്മങ്ങൾ, അമലുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നീണ്ട 4 മാസങ്ങൾ അൽഹംദുലില്ലാഹ് ബാക്കിയെടുക്കാണ്. ഷഅബാൻ റമദാൻ, ശവ്വാൽ, ദുൽഖഅദ്, ഈ 4 മാസങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ മാസത്തിൽ ഒരു ക്ലാസ് വെക്കുകയാണെങ്കിൽ തന്നെ ഇൻഷാ അല്ലാഹ് മദീനയുടെ ബാക്കി ഭാഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരായ സഹാബാക്കൾ തങ്ങളുടെ ജീവിതത്തെക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണെന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിന്റെ ഉദാഹരണങ്ങളാണ് മസ്ജിദുൻ നബി. ഒരു സംഗതി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂൽ നമുക്ക് സലാം പറയാൻ പറയുമ്പോൾ അവിടെ ഒരു ആയത്ത് എഴുതി വെച്ചിട്ട് കാണും. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി വലാ തജ്ഹറു ലഹു ബിൽഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും എന്ന് പറയുന്ന ഒരു ആയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം? എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി, സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല എന്ന് പറയപ്പെടുന്ന ഒരു സഹാബി, അദ്ദേഹം പൊതുവേ ഒരു പരുക്കനായ ഒരു സംസാരത്തിന്റെ ഉടമസ്ഥനായ ഒരു സഹാബിയാണ്. ആ സഹാബിക്ക് ഈ ആയത്തിന്റെ വാക്കുകൾ സഹിക്കാൻ വേണ്ടി സാധിച്ചില്ല. അദ്ദേഹം മസ്ജിദ് നബവിയിലേക്ക് വരുന്നത് നിർത്തി. ആയത്തിന്റെ അർത്ഥം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുത്. ആ സഹാബിയുടെ ശബ്ദം പരുക്കൻ ഉയർന്ന ശബ്ദത്തിന്റെ സഹാബിയാണ്.
അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശബ്ദമെങ്ങാനും എൻ്റെ ഹബീബിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോയാൽ, എൻ്റെ ശബ്ദമെങ്ങാനും എൻ്റെ ഹബീബിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തഹബ്ബതന്ന അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും, ഞാൻ എൻ്റെ ശബ്ദമെങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോയാൽ എൻ്റെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ മസ്ജിദ് നബവിയിലേക്ക് പോകുന്നില്ല എന്ന് ഈ സഹാബി പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളുടെ കൂട്ടത്തിൽ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു കാണുന്നില്ല. തങ്ങൾ അന്വേഷിച്ചു, എവിടെയാണ് സാബിത്ത്? പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ പള്ളിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഒന്ന് പോകണം ആരെങ്കിലും വീട്ടിലേക്ക്, എന്നിട്ട് ചോദിക്കണം എന്തുകൊണ്ടാണ് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് വരാത്തത്. ഒരു സഹാബി പോകുമ്പോൾ അദ്ദേഹം ചുമരിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സഹാബി ചോദിച്ചു, എന്ത് പറ്റി സാബിത്ത് ഇബ്നു ഖൈസ്, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുമെന്ന് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ ശബ്ദമെങ്ങാനും തങ്ങളുടെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ മസ്ജിദ് നബവിയിലേക്ക് വരാത്തത് പറഞ്ഞു. ആ സഹാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യം അവതരിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സാബിത്ത് ഇബ്നു ഖൈസിനെ ഇപ്പം തന്നെ ഈ മസ്ജിദിലേക്ക് കൊണ്ടുവരണം. ആ സഹാബി കൂട്ടിക്കൊണ്ടുവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് തന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഒന്ന് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് പറ്റി ഖൈസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിധിപ്പിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ശബ്ദം പരുക്കനാണ്, തങ്ങളുടെ ശബ്ദത്തെക്കാളും ഉയർന്നു പോകരുത് എന്ന് അല്ലാഹ് പറഞ്ഞിരിക്കല്ലേ. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന് അല്ലാഹ് പറഞ്ഞില്ലേ. തങ്ങളുടെ ശബ്ദത്തെക്കാളും എൻ്റെ ശബ്ദം ഉയർന്നു പോയാൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ലതഹ്ബതന്ന അഅമാലുക്കും, എൻ്റെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് തങ്ങളെ ഞാൻ വരാതെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആലയോട് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗ്ഗവാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു എഴുതുകയും സീൽ വെക്കുകയും ചെയ്തിരിക്കുന്ന സന്തോഷ വാർത്ത ഞാൻ നിങ്ങൾക്ക് അറിയിക്കുകയാണെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം. ഈ സഹാബാക്കളായ മഹാന്മാരുടെ ചരിത്രവും സംഭവവും ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധമായ ദീനും പരിശുദ്ധമായ മദീനയുടെ ചരിത്രം. ആ സീറത്തും ആ സുന്നത്തും പഠിക്കാത്ത കാലത്തോളം ഈ ഉമ്മത്ത് മുസ്ലിമക്ക് പരിശുദ്ധമായ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. യഥാർത്ഥമായ ചരിത്രം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മദീനയുടെ ബാക്കി ഭാഗങ്ങൾ അല്ലാഹു തൗഫീഖ് കൊടുക്കുക. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു നമുക്ക് പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി തിരുക്കുമാറാകട്ടെ. എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ധാരാളം ആളുകൾ ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് കൊടുക്കുമാറാട്ടെ. ഒരു കുഞ്ഞിൻ്റെ വിഷയത്തിൽ അവർ പ്രത്യേകം ദുആ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിക്ക് പരിപൂർണമായ ശിഫ അല്ലാഹു നൽകുമാറാകട്ടെ. ആ കുഞ്ഞിൻ്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ കൊണ്ടുള്ള സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഉംറയും ഹജ്ജും നിർവഹിക്കാനും മർദിയായ സിയാറത്ത് നിർവഹിക്കാനും മദീനയുടെയും മക്കയുടെയും പരിശുദ്ധമായ ഹജ്ജിൻ്റെയും മുഴുവൻ സിഫാത്തുകളും ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മക്കും കാരണമായ മാതാപിതാക്കൾക്ക് അല്ലാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയ ആളുകളുടെ ഖബറും വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ അൽഹംദുലില്ലാഹ് സ്വർഗ്ഗത്തിൻ്റെ ഉയർന്ന അവസ്ഥകളിൽ അല്ലാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതുപോലെ മുസ്ലിമായി മരിക്കാനും സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.